ഹായ് ഫോക്സ്, ഫോറക്സ് മാസ്റ്റർ ക്ലാസ് നമ്മുടെ ചാനലിൽ വളരെ റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ഇത് വളരെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി വീഡിയോ ആണ്. വളരെ ഒന്നും അറിഞ്ഞാത്ത ബിഗിനേഴ്സിന് വരെ ഇത് വാച്ച് ചെയ്യാൻ പറ്റും. ബിഗിനർ ടു ഒരു ഇന്റർമീഡിയറ്റ് അഡ്വാൻസ് ലെവൽ വരെ നമ്മൾ പോകുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റ്സിലെ ട്രേഡ്സ് ഒബ്സർവ് ചെയ്യാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതിൽ നിന്ന് ക്യാപിറ്റലൈസ് ചെയ്യാനും പറ്റുന്നുണ്ട്. സോ നമുക്ക് യൂട്യൂബിൽ ലീഗലായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. സോ എന്താണ് ഫോറക്സ്? ഫോറക്സ് എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച്. ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് ഫോറിൻ ഐറ്റംസ് തമ്മിലുള്ള എക്സ്ചേഞ്ച് ആണ്. നമ്മളിവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന കറൻസീസ് ആണ്. സോ ഒരു രാജ്യത്തിന്റെ കറൻസി ഡോളറാന്ന് വെച്ചോ, വേറൊരു രാജ്യത്തിന്റെ കറൻസി യൂറോ ആന്ന് വെച്ചോ, നമുക്ക് യൂറോയും ഡോളറും എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ഡോളർ കൊടുത്താൽ എത്ര യൂറോ കിട്ടുമെന്നൊരു റേറ്റ് കാണും. സോ ആ ഒരു റേറ്റ് ആണ് യൂറോ USD പെയർ. ഓക്കെ, സോ ഇതേ കണക്ക് തന്നെ ഒരു ജാപ്പനീസ് യെൻ കൊടുത്താൽ എത്ര ഡോളർ കിട്ടും, അല്ലെങ്കിൽ ഒരു ഡോളർ കൊടുത്താൽ എത്ര ജാപ്പനീസ് യെൻ കിട്ടും, ഇങ്ങനത്തുള്ള ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ആണ് നമ്മുടെ ഫോറക്സ് എന്ന് വിളിക്കുന്നത്. സോ ഫോറക്സിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഫോറക്സിൽ നിങ്ങൾ എവിടെ ട്രേഡ് ചെയ്യാൻ പോയാലും നിങ്ങൾക്ക് സ്പ്രെഡ് എന്ന് പറഞ്ഞൊരു കാര്യം കാണും. അതേപോലെ അത്യാവശ്യം ഒരു കഴുത്തിറക്കുന്ന ഒരു കമ്മീഷൻ എടുക്കുന്ന ബ്രോക്കറും ആയിരിക്കും. അതേപോലെ നിങ്ങൾ മിക്ക ബ്രോക്കേഴ്സും അഡ്വർടൈസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ലെവറേജ് എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ലെവറേജ് അല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു സ്കെയിലബിൾ ഗ്രോത്ത് ആണ്. നിങ്ങളിപ്പം ഒരു ഹൈ റിസ്കിൽ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹൈ റിസ്ക് നിങ്ങളൊരു ഹൈ റിസ്ക് എൻ്റർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങളുടെ ഹാർട്ട് പാനിങ് ആവും. അതേസമയം നിങ്ങൾക്കൊരു സ്ലോ റിസ്കിൽ നിങ്ങൾക്കൊരു മൾട്ടിപ്പിൾ ഫേംസോ മൾട്ടിപ്പിൾ ബ്രോക്കറേജസോ മൾട്ടിപ്പിൾ ഫണ്ടോ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിനെ ഒരു സിംഗിൾ അക്കൗണ്ട് പുട്ടിങ് എല്ലാം എഗ്സും ഇൻ ഒരു സിംഗിൾ ബാസ്ക്കറ്റ്, അതൊരു വളരെ ബാഡ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആണ്. സോ ബിഗിനേഴ്സിന് എനിക്ക് പറയാനുള്ള, നിങ്ങൾ നോക്കേണ്ട പെയറുകൾ യൂറോ USD, GBP USD ആണ്. നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് ലെവലിൽ കാര്യങ്ങൾ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ ജാപ്പനീസ് പെയറുകൾ നോക്കാം. എന്നിട്ട് നിങ്ങൾ ചിലർ ചാടി ആദ്യം കയറി തന്നെ ഗോൾഡ് നോക്കാറുണ്ട്. ഗോൾഡ് ഒരു ഇവന്റ് ഡ്രിവൺ മാർക്കറ്റ് ആണ്. നിങ്ങളപ്പം ഗോൾഡ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫണ്ടമെന്റൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ നമുക്ക് പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ഡാറ്റാസിന്റെ ആവശ്യമില്ല. നമ്മൾ പ്യുവർലി നമ്മളെ ചാർട്ട്സിൽ കുറച്ച് ബോക്സും ലൈൻസും വരച്ചിട്ട് ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്യുവാണ്. നമ്മൾ മാർക്കറ്റിൽ റിയാക്ട് ചെയ്യാൻ പോലെ നമ്മൾ മാർക്കറ്റിന്റെ ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് മെയിൻ കണ്ടന്റിലേക്ക് കടക്കാം. സോ എന്താണ് ഫോറക്സ് എന്ന് ചോദിച്ചാൽ, നമുക്ക് ഫോറക്സ് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് ആണെന്ന്. സോ കറൻസി എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ആണ്. ആരുടെ പ്രൊഡക്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കിന്റെ പ്രൊഡക്റ്റ് ആണ് ഒരു കറൻസി. ഓക്കെ, അപ്പം നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കാൻ നേരത്ത് പറയാൻ പോകുന്നത് സെൻട്രൽ ബാങ്കിന്റെ കറൻസീസിന്റെ റേറ്റ് കൂടുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡിന്റെ ബേസിലാണെന്നൊക്കെയാണ്. സോ ആക്ച്വലി അങ്ങനല്ല. നമുക്ക് അത്രയും ലിക്വിഡ് മണി നമ്മുടെ ലോകത്തില്ല. നമ്മുടെ ഫുള്ള് ഡിജിറ്റൽ മണീസ് ആണ്. കുറച്ച് നമ്പേഴ്സിന്റെ സ്ക്രീനാണ് മണി എന്ന് പറയുന്നത്. സോ നമ്മുടെ സെൻട്രൽ ബാങ്കിന്റെ കറൻസി, സെൻട്രൽ ബാങ്കിന്റെ പ്രൊഡക്റ്റ് എന്നുള്ളൊരു സാധനം, അതിന്റെ വില നിശ്ചയിക്കാൻ പോകുന്നത് സെൻട്രൽ ബാങ്ക് തന്നെ ആണ്. ഓക്കെ, സെൻട്രൽ ബാങ്ക് തന്നെയാണ് അതിന്റെ വില പറയാൻ പോകുന്നത്. ഇത്രയും ഡോളർ, ഒരു യൂറോ ഇത്രയും ഡോളർ ആണ് കൺസിഡർ ചെയ്യുക. സോ ഇതിന്റെ വില അപ്പം ഈ ഒരു യൂറോ ഇന്ത്യയിലേക്ക് വരുമ്പോൾ 90 രൂപയാവാം. ഒരു യൂറോ പൗണ്ടിലേക്ക് UK പോകുമ്പോൾ അവിടെ വേറെ ഒരു പൈസയാവാം. ഇതുകൊണ്ട് ചെക്ക് റിപ്പബ്ലിക്കിൽ പോകുമ്പോഴത്തേക്ക് അവന്മാരുടെ കറൻസി ആവാം. സോ കറൻസിയുടെ പ്രൈസ് തീരുമാനിക്കുന്ന സെൻട്രൽ ബാങ്ക് ആണ്. സോ ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ആളുടെ കയ്യിലോ അല്ലെങ്കിൽ ഒരു വേൾഡ് ഗ്ലോബൽ സപ്ലൈ ആൻഡ് ഡിമാൻഡിന്റെ ബേസിലോ അല്ല പ്രൈസ് മൂവ് ആവുന്നത്. സോ ഈ പ്രൈസ് ഇലക്ട്രോണിക്കലി മൂവ് ആവാൻ നമുക്കൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം വേണം. ആ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് IBDA, ഇന്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി ആൽഗോരിതം. സോ ആ ഒരു IBDA കാരണമാണ് പ്രൈസ് മൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, IBDA കാരണമാണ് പ്രൈസസ് മൂവ് ചെയ്യാൻ പോകുന്നത്. അല്ലാണ്ട് ഒരിക്കലും സപ്ലൈയും ഡിമാൻഡും അതേപോലെ തന്നെ ഒരു രാജ്യത്തിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ബോണ്ടിന്റെ വാല്യൂസ് കൂടുന്നു കുറയുന്നു, അതേപോലെ ഇൻഡെക്സിന്റെ വാല്യൂസ് കൂടുന്നു കുറയുന്നു, അതേപോലെ ഇപ്പം ഫോർ എക്സാമ്പിൾ അമേരിക്ക വെനിസ്വേലയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് അമേരിക്കക്ക് അതിൽ നിന്ന് നേട്ടമുണ്ട്, അതുകൊണ്ട് ഡോളറിന്റെ വാല്യൂ കൂടാൻ പോകുന്നു, അങ്ങനൊന്നും അല്ല. ഇത് പ്യുവർലി ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആണ്. അപ്പം പ്രൈസിന് സെൻട്രൽ ബാങ്ക് ഇപ്പൊ പറയും, ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഡോളർ എന്ന് പറയുന്നത് 100 INR ആകണമെന്ന്. ഈ ഒരു പ്രൈസ് റേഞ്ച് ഫെഡറൽ റിസർവ് തീരുമാനിച്ചു കഴിഞ്ഞാൽ, കാരണം ഡോളറാണ് ഡോളറാണ് നമ്മുടെ
റിസർവ് കറൻസി. സോ $1 100 INR ആവണമെന്ന് സെൻട്രൽ ബാങ്ക് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ഇബ്ഡ ഇന്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി ആൽഗോരിതത്തിന്റെ റീസൺ എന്ന് വെച്ചാൽ ജോലി എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഇത് എത്ര ആയിരിക്കും? 81 നിൽക്കുന്നത്. അത് നമുക്ക് 100 എത്തിക്കണം. അപ്പം നമ്മുടെ ആൽഗോരിതത്തിന് എന്ന് വെച്ചാൽ ഓക്കെ ഫൈൻ, ഇതിപ്പോ ഒരു ഇൻസൈഡർ കാര്യമാണ്. അപ്പൊ ആൽഗോരിതം ആദ്യം ചെയ്യാൻ പോകുന്നത് പയ്യെ വില കുറയുന്ന കണക്ക് കാണിച്ച് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യും. ഓക്കെ, ന്യൂസിലൊക്കെ വരും ഡോളർ ഇന്ത്യൻ റുപ്പിക്കെതിരെ വാല്യൂ നഷ്ടപ്പെടുന്നു, അതേപോലെ ഒരുപാട് ഫേക്ക് ന്യൂസസ് വരും. ന്യൂസസ് നമ്മുടെ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്, ഒരിക്കലും ന്യൂസ് അല്ല കറക്റ്റ് ഇത്. എന്നിട്ട് അത്യാവശ്യം ലോകം മൊത്തവും ആൾക്കാര് നമ്മുടെ ഇന്ത്യൻ റുപ്പി വാങ്ങിക്കാനും ഡോളർ ഷോർട്ട് ചെയ്യാനും ആയിട്ടുള്ള ഒരു പൊസിഷനിൽ റെഡിയായി അത്യാവശ്യം പൊസിഷൻസ് മാർക്കറ്റ് അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ആൽഗോരിതം അവർക്കെതിരെ പെർഫോം ചെയ്യും. ഓക്കെ, ഇതാണ് മാർക്കറ്റ് ഫുള്ളി ഫംഗ്ഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് മാർക്കറ്റിന്റെ 100% ഫംഗ്ഷനാലിറ്റി അറിയണമെങ്കിൽ ഇപ്പൊ കണ്ടോ, ഒരു മാനിപ്പുലേഷൻ നടന്നു, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡെസ്റ്റിനേഷനിലെത്തി. ആ മാനിപ്പുലേഷൻ നടത്താനായിട്ട് അവര് ന്യൂസ് യൂസ് ചെയ്തു, അവര് ഒരുപാട് മൗത്ത് ടു മൗത്ത് സ്റ്റോറീസ് യൂസ് ചെയ്തു, നമ്മുടെ പൊളിറ്റിക്കൽ റിവ്യൂസ് യൂസ് ചെയ്തു. ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു ഭയങ്കര വലിയൊരു സ്കാം നടത്തിയത്. സോ ഇത്രയും വലിയൊരു സ്കാം നടത്താൻ നേരത്ത് ഈ ഒരു ഏരിയയിലായിട്ട് ആരോ അല്ല ഞാൻ എടുക്കേണ്ടത്, ഞാൻ ഈ ബോക്സ് ആണ് എടുക്കേണ്ടത്. സോ ഇത്ര നല്ലൊരു സ്കാം നടത്താൻ നേരത്ത് ഈ ഒരു ഏരിയയിൽ നമുക്ക് പ്രൈസ് സ്പീഡിൽ പോയോണ്ട് ഒരു ഇൻഎഫിഷ്യൻസി അല്ലെങ്കിൽ ഒരു ഇംബാലൻസ്, ഞാൻ ക്ലിയർ ആയിട്ട് നമ്മൾ ഫ്യൂച്ചർ വീഡിയോസിൽ പറയുന്നുണ്ട്, ഒരു ഇൻഎഫിഷ്യൻസി വരും. കാരണം നമ്മൾ പ്രൈസ് പെട്ടെന്നാണ് മൂവ് ചെയ്തത്. അപ്പൊ ആ ഒരു നോർമലി ഞാൻ പറഞ്ഞിട്ടില്ലേ പ്രൈസ് ഇങ്ങനെയാണ് മൂവ് ചെയ്യാറ്. ഓക്കെ, ഇതൊരു നോർമൽ പ്രൈസ് ഡെലിവറിയാണ്. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒരു ഇൻഎഫിഷ്യൻസി വരും. അപ്പൊ ആ ഒരു ഇൻഎഫിഷ്യൻസി റിക്കവർ ചെയ്യാനായിട്ട് മാർക്കറ്റ് തിരിച്ച് ആ ഒരു ഏരിയയിലേക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ആൽഗോരിതത്തിന്റെ എന്താ പറയാ യൂസ് കഴിഞ്ഞു. അപ്പം പോകുന്ന വഴി ഒരു ഇൻഎഫിഷ്യൻസി ഉണ്ടാക്കി തിരിച്ചപ്പോ പ്രൈസ് അവിടെ വന്നു. അപ്പൊ ഇവിടെ വരുമ്പോൾ ഓക്കെ, സെൻട്രൽ ബാങ്കിലുള്ള അല്ലെങ്കിൽ മാർക്കറ്റ് മേക്കേഴ്സ് അവന്മാര് പുതിയ പ്രൈസ് ഡിസൈഡ് ചെയ്യും. ഓക്കെ, നമുക്കിനി കുറച്ച് നാൾ ഇവന്മാരെ ഇട്ട് പറ്റിച്ചാലോ, ഇത്രയും മുകളിലോട്ട് പോയില്ലേ പ്രൈസ്, അപ്പൊ നമുക്ക് ഇവന്മാരെ പറ്റിച്ച് കുറച്ച് താഴോട്ട് ഇറക്കിയാലോ എന്നും പറഞ്ഞിട്ട് അവന്മാര് പുതിയ ന്യൂസ് ഒക്കെ ഇറക്കിയിട്ട് ഈ സെയിം നടന്ന കാര്യം റിവേഴ്സ് ഓർഡർ നടത്തും. പ്രൈസ് വല്ലോ 81 കൊണ്ടുവന്ന് നിർത്തും. ഇതാണ് ഫുൾ മാർക്കറ്റ്. ഓക്കെ, സോ ഒരിക്കലും കറക്റ്റ് ഈ ഒരു പോയിന്റ് വന്നപ്പം എല്ലാരും വന്ന് ബൈ ചെയ്തെന്നും കറക്റ്റ് ഈ ഒരു പോയിന്റ് വന്നപ്പോൾ ഓവർ ബോട്ട് ആയെന്നും അതുകൊണ്ട് എല്ലാരും വന്ന് ഇവിടെ സെല്ല് ചെയ്തെന്നും അങ്ങനെയൊന്നും അല്ല കഥകൾ പോകുന്നത്. ഇതാണ് ശരിക്കും ഇതിന്റെ അകത്ത് കിടക്കുന്ന കഥ. പ്യോർലി പ്രൈസ് മൂവ് ചെയ്യുന്നത് ആൽഗോരിതത്തിന്റെ ബേസിലാണ്, അല്ലാണ്ട് ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രഷർ കൊണ്ടോ സപ്ലൈ ആൻഡ് ഡിമാൻഡ് കൊണ്ടോ എവിടെയോ ബോംബ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും കൊണ്ടല്ല. ഈ ഒരു റീസൺ കാരണമാണ് പ്രൈസ് മൂവ് ആവുന്നത്. ഈ ഒരു പോർഷൻ വളരെ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമ്മൾ ഫോറക്സ് എന്താന്ന് നോക്കി. സോ ഞാൻ വളരെ സേഫ് ആയിട്ട് നമ്മളെ ചാനൽ കളയാത്ത ഒരു കാര്യം പറയാം. സോ ഇത് മൂവ് ആവുന്നത് എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായി പ്രൈസ്. സോ അത് ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയാ മൂവ് ആവുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവരാണ് ഒരുവിധം എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. ഈ ലോകത്ത് നടക്കുന്ന ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അത് അവരുടെ ബെനിഫിറ്റിനാണ് നടക്കുന്നത്. സോ അവര് ഫോറക്സ് എന്ന് പറയുന്ന ഒരു ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് അവരുടെ സ്വന്തം ബെനിഫിറ്റിന് വേണ്ടി ഉണ്ടാക്കിയപ്പം 100% റാൻഡം ആയിട്ടാണ് മൂവ് ആവുന്നത്. തോന്നിയ കണക്കാണ് മാർക്കറ്റ് മൂവ് ആവുന്നത് എങ്കിൽ ആർക്കും മാർക്കറ്റിൽ കാശ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, അവർക്കും കാശ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. സോ അവർക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു പ്രോഗ്രാമിംഗിൽ ഉണ്ടായ ഒരു ഫോൾട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ആ സെയിം ഫോൾട്ട് വെച്ചാണ് അവരും ട്രേഡ് ചെയ്ത് കാശ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഹെഡ്ജ് ഫണ്ട്സ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെയും അതേപോലെ പ്രൊഫഷണൽ ട്രേഡേഴ്സ് ആയിട്ടുള്ളവരുടെ അടുത്തും എല്ലാവരും നമ്മളിങ്ങനെ ഓരോ കാര്യം ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഓരോ കാര്യമുണ്ട്. ലൈക്ക് മാർക്കറ്റ് ഇങ്ങനെ പ്രോബബിലിറ്റിയുടെ ബേസിലാണ് ഓടുന്നത്, ചിലപ്പം ഹെഡ് ആവാം, ചിലപ്പോൾ ടെയിൽ ആവാം, ചിലപ്പോൾ ലോസ് ആവാം, ചിലപ്പോൾ വിൻ ആവാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതവർക്ക് ശരിക്കും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. ഇതാണ് നമ്മുടെ മാർക്കറ്റ്. ഓക്കെ, ആ ഒരു മാർക്കറ്റ് ഒരു ക്ലോസ്ഡ് ആയിട്ടാണ് അവർ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം മാർക്കറ്റ് റൺ ആവുന്ന ഒരു ആൽഗോരിതത്തിന്റെ ബേസിലാണ്. സോ ആ ഒരു ക്ലോസ്ഡ് മാർക്കറ്റിൽ അവർ ഒരു ചെറിയൊരു ഗ്യാപ്പേ വിട്ടിട്ടുള്ളൂ അവർക്ക് കാശ് ഉണ്ടാക്കാനായിട്ട്. സോ ആ ഒരു ഗ്യാപ്പ് വളരെ ഇതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പാറ്റേൺ ക്രാക്ക് ചെയ്തെടുത്തവരുടെ ആ ഒരു ഫ്രെയിം വർക്കാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. സോ
ആ ഒരു ഗ്യാപ്പിൽ വെച്ചാണ് ഈ മാർക്കറ്റ് മേക്കേഴ്സ് കാശുണ്ടാക്കുന്നത്. ആ ഒരു സെയിം ഗ്യാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പൊ നിങ്ങളും ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം വെച്ച് നിങ്ങൾ കാശുണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഗ്യാപ്പ് എന്തിനാ അവർ വിട്ടെന്ന് വെച്ചാൽ അവർക്കും ഈ മാർക്കറ്റ് 100% പെർഫെക്റ്റ് ആണെങ്കിൽ അവർക്കും ഈ മാർക്കറ്റിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു നമ്മുടെ ഫസ്റ്റ് ബേസിക് കാര്യം, ബൈയിങ് ആൻഡ് സെല്ലിങ്. സോ മാർക്കറ്റിൽ നിങ്ങൾക്ക് രണ്ട് കാര്യം ചെയ്യാം, ഒന്ന് ബൈയിങ്, ഒന്ന് സെല്ലിങ്. സോ നിങ്ങൾക്ക് ഒരു താഴത്തെ ഒരു പോയിന്റിൽ നിന്ന് ബൈ ചെയ്ത് മേളത്തെ ഒരു പോയിന്റിൽ സെല് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് അതിന്റെ റിവേഴ്സ് ആയിട്ട് സെല്ല് ചെയ്തിട്ട് താഴെ നിന്ന് ബൈ ചെയ്യാം. ബയേഴ്സിനെ ബുള്ളിഷ് എന്ന് വിളിക്കാറുണ്ട്, ലോങ് എന്ന് വിളിക്കാറുണ്ട്. സെല്ലേഴ്സിനെ ബെയറിഷ് എന്നും ഷോർട്ട് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഷോർട്ട് സെല്ലേഴ്സ്, ബെയറിഷ്, അതേപോലെ ലോങ് ബയേഴ്സ് അല്ലെങ്കിൽ ബുള്ളിഷ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ മാർക്കറ്റിൽ പറയുന്നത്. ഈ ഷോർട്ട് കോൺസെപ്റ്റ് മനസ്സിലാവാത്തവര് ഒന്ന് ഷോർട്ടിങ് എന്താന്ന്, ഷോർട്ട് സെല്ലിംഗ് എന്താന്ന് ഒന്ന് റിസർച്ച് ചെയ്യുക. ഓപ്ഷൻസിലും ഫ്യൂച്ചേഴ്സിലോട്ടൊന്നും പോകണ്ട, നിങ്ങൾ ജസ്റ്റ് ഷോർട്ട് സെല്ലിംഗ് എന്താ മാർക്കറ്റിൽ ഒന്ന് റിസർച്ച് ചെയ്യുക, അത് കൺഫ്യൂഷൻ ഉള്ളവർ. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് കാൻഡിൽ സ്റ്റിക്സ്. സോ നമ്മുടെ ഈ കാൻഡിൽ സ്റ്റിക്സിൽ ആൾക്കാർ പറയും ലൈക്ക് ഈ ഒരു ഗ്രീൻ ക്യാൻഡലിന് ഒരു മീനിങ് ഉണ്ട്, ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്, റെഡ് ക്യാൻഡലിന് ഒരു മീനിങ് ഉണ്ട്, നമുക്ക് ബെയറിഷ് ക്യാൻഡിലാണെന്ന്. ഇതിന്റെ പുറകില് ലൈക്ക് ഒരുപാട് ലൈക്ക് മറുബോസു, അതേപോലെ സ്പിന്നിങ് ടോപ്പ്, റൈസിങ് സ്റ്റാർ, അംബർലാസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എന്താ പറയാ നിക് നെയിംസ് കൊടുക്കാറുണ്ട് ക്യാൻഡിൽസിന്. എല്ലാം ബുൾഷിറ്റ് ആണ്. നമുക്ക് റിയൽ തിയറി നോക്കാം. ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ നടക്കുന്നത് നോക്കിയാൽ ഇവിടെ ഈ ഒരു പാർട്ടില് മാർക്കറ്റ് ഓപ്പൺ ആവുന്നു. ഓക്കെ, ആ മാർക്കറ്റ് താഴോട്ട് പോകുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ക്യാൻഡിലിന് മാർക്കറ്റ് ആദ്യം താഴോട്ടാണ് പോയിരിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ റീസണോട് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം താഴോട്ടാ പോകുന്ന ആൾക്കാരെ വിശ്വസിപ്പിച്ചിട്ട് ശരിക്കുള്ള മൂവ്മെന്റ് നമ്മൾ മറ്റേ ന്യൂസിന്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ കണക്കാണ്. അപ്പം ക്യാൻഡിൽ ആദ്യം താഴോട്ട് പോവും, എന്നിട്ട് അതിന്റെ റിയൽ മൂവ് കാണിക്കും, എന്നിട്ട് അത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് റിട്രേസ് ആവും, എന്നിട്ട് അങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്പൺ, ലോ, ഹൈ, ക്ലോസ്. അപ്പം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു ബെയറിഷ് ക്യാൻഡിൽ. ഓപ്പൺ ആവും, ആൾക്കാരെ മേളോട്ട് പോകുന്നെന്നും പറഞ്ഞിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും, താഴോട്ട് പോയി അതിന്റെ റിയൽ മൂവ് കാണിക്കും, റിട്രേസ് ആവും, ക്ലോസ് ആവും. സോ ഈ ക്യാൻഡിൽ ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്. സോ ഇതാണ് കാൻഡിൽ സ്റ്റിക്സിൽ നടക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ് ഫ്രാക്ടാലിറ്റി. ഫ്രാക്ടാലിറ്റി എന്താന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡില് നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിം വേണേലും ആവാം. 1 ഡേയുടെ ക്യാൻഡിൽ ആവാം, 1 വീക്കിന്റെ ക്യാൻഡിൽ ആവാം, അതുപോലെ 1 മന്തിന്റെ ക്യാൻഡിൽ ആവാം, സർപ്രൈസിംഗ്ലി 1 മിനിറ്റിന്റെ ക്യാൻഡിൽ ആവാം, 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ആവാം, 15 മിനിറ്റിന്റെ ക്യാൻഡിൽ ആവാം, 1 അവറിന്റെ ക്യാൻഡിൽ ആവാം, 4 അവറിന്റെ ക്യാൻഡിൽ ആവാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ മേജർ ടൈം ഫ്രെയിംസ്. സോ ഇങ്ങനത്തെ ഏതൊരു ടൈം ഫ്രെയിമിലെ ക്യാൻഡിലും ഈ ഒരു സെയിം പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. നിങ്ങൾ അപ്പോൾ പിന്നെയും കണ്ടിട്ടുണ്ടായിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ക്യാൻഡിലൊക്കെ ഇതിന്റെ കളർ ഒട്ടും മാറ്റർ അല്ല. ഇത് ഏത് കളർ ആണെങ്കിലും കാൻഡിൽ സ്റ്റിക്സിന് ഒരു ഒറ്റ ലോജിക്കേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. സോ ഈ ക്യാൻഡിലിനെയും ആൾക്കാർ പറയുന്നത് ഇതൊരു എന്താ പറയാ ഒരു ബുള്ളിഷ് സിമ്പിൾ ആണ്, ബെയറിഷ് സിമ്പിൾ ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മീനിങ്സ് പറയാറുണ്ട്. പക്ഷെ ഈ ക്യാൻഡിൽ ചെയ്യുന്നത് ഓപ്പൺ ചെയ്തു, മാനിപ്പുലേറ്റ് ചെയ്തു, മേളിൽ പോയി ക്ലോസ് ആയി. ഓക്കെ, സോ മാനിപ്പുലേഷൻ എങ്ങോട്ടായിരുന്നു? താഴോട്ടായിരുന്നു. സോ നിങ്ങൾ എവിടാണ് ബൈ ചെയ്യാനായിട്ട് കയറേണ്ടിയിരുന്നത്? നിങ്ങൾ ഈ ഒരു ഏരിയയിലായിരിക്കണം. നിങ്ങൾ ബയേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ബൈ ചെയ്യേണ്ടിയിരുന്നത്. നിങ്ങൾ സെല്ലേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു മാനിപ്പുലേഷൻ മനസ്സിലാക്കി നിങ്ങൾ മാനിപ്പുലേഷൻ അഡ്വാൻറ്റേജ് എടുത്ത് ഇവിടാണ് സെല് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, അല്ലാണ്ട് ഇതൊരു ഡെയിലി ക്യാൻഡലിന്റെ പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്. സോ ഞാൻ ഈ പറഞ്ഞു വരുന്ന കോൺസെപ്റ്റ് ആണ് പവർ ഓഫ് 3. സോ നമ്മുടെ അടുത്ത ടോപ്പിക് പവർ ഓഫ് 3 ആണ്. നമുക്ക് ആദ്യം ഫ്രാക്ടാലിറ്റി നോക്കാം. സോ ഫ്രാക്ടാലിറ്റി എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു ഡെയിലി ക്യാൻഡിൽ നിങ്ങൾക്ക് 24 1 അവറിന്റെ ക്യാൻഡിൽ കാണും. അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 15 മിനിറ്റിന്റെ ക്യാൻഡിൽ 1 മിനിറ്റിന്റെ 15 ക്യാൻഡിൽസ് കാണും. സോ ഈ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് നമ്മുടെ ഇന്നത്തെ ഒരു ഡെയിലി ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റ് ഇവിടാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. സോറി ഗൈസ്, ഞാൻ ബോക്സ് ആയിരുന്നു ചൂസ് ചെയ്യേണ്ടിരുന്നത്. സോ ഇവിടാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. ഓക്കെ, ഇവിടാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് ആ ഒരു പ്രൈസ് താഴോട്ട് പോയി. അപ്പൊ ഈ പ്രൈസിലേക്ക് എന്താണെന്നാട്ടാ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മാനിപ്പുലേഷൻ. അത് കഴിഞ്ഞ് മാർക്കറ്റ് മേളിലോട്ട് പോയി. തിരിച്ച് ഈ താഴെ വന്നതിന് ഒരു റീസൺ ഉണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് മൊത്തം മേളിലോട്ടാണ് പോയത്. സോ ഈ ഒരു നേരത്തെ പഠിപ്പിച്ച ഇതൊരു ഡെയിലി ക്യാൻഡലിന്റെ ഡെയിലി ചാർട്ട് ആണ്. സോറി, ഇത് 1 മിനിറ്റ്. ഇതിപ്പോ എത്ര മിനിറ്റ് ചാർട്ടാണ് ഗൈസ്?
ഓക്കെ, ഇത് 15 മിനിറ്റ് ചാർട്ടാണ്. സോ ഒരു ഡെയിലി ക്യാൻഡിൽ നമുക്ക് ഇത്രയും 15 മിനിറ്റ്സിന്റെ ചാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സോ മാർക്കറ്റ് തുറന്നു, ക്യാൻഡിൽ ലൈക്ക് പ്രൈസ് താഴോട്ട് പോയി, മാനിപ്പുലേറ്റ് ചെയ്തു, തിരിച്ച് മേളിലോട്ട് പോയി. സോ നമുക്ക് ഇതിന്റെ ഡെയിലി ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ കണ്ടോ, നമ്മുടെ പ്രൈസ് ഓപ്പൺ ആയി മുകളിലോട്ട് പോയി, വിക്ക് വളരെ ചെറിയൊരു വിക്ക് ഉണ്ടാക്കി റിട്രേസ് ആയി ക്ലോസ് ആയി, ഓപ്പൺ ലോ ഹൈ ക്ലോസ്. ഓക്കെ, സോ എല്ലാ ക്യാൻഡിൽസും ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പം ഈ ഒരു ക്യാൻഡിൽ എടുക്കുവാണെങ്കിലും അത് ഓപ്പൺ ഹൈ ലോ ക്ലോസ് എന്നാണ് വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഡൗട്ട് ഉണ്ടാവാം, ലൈക്ക് ഇത് താഴെ പോയിട്ട് തിരിച്ചും നമ്മുടെ ഓപ്പൺ പ്രൈസിന്റെ താഴെ വന്നു എന്നൊരു ഡൗട്ട് ഉണ്ടാവാം. അതിന്റെ സ്പെസിഫിസിറ്റിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ചുമ്മാ ക്യാൻഡിൽ ഓപ്പണിംഗ് പ്രൈസിന്റെ മേളിൽ കയറി കഴിഞ്ഞാൽ ബുള്ളിഷ് ആണെന്നായിരുന്നുവെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവരും കാശുണ്ടാക്കിയേനെ. ട്രേഡിങ്ങിന് നമ്മുടെ ഇതൊരു ഫ്രെയിം വർക്ക് ആണ്. നിങ്ങൾക്ക് ചുമ്മാ ഓപ്പൺ ചെയ്ത് താഴെ പോയി ഓക്കെ ശരി എന്നാ പ്രൈസ് ബുള്ളിഷ് ആണെന്നും പറഞ്ഞ് വാങ്ങിക്കാൻ പറ്റില്ല. നമുക്ക് ഇതൊരു ഫ്രെയിം വർക്ക് ആണ്. നിങ്ങൾ നോക്കേണ്ട 7 തൊട്ട് 8 9 വേരിയബിൾസ് ഉണ്ട്. സോ അത് അതിലൂടെ നമ്മൾ ഡീപ്പായിട്ട് കയറുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ഒരു ക്യാൻഡിൽ വർക്ക് ആവുന്നത്. സോ ഇതിപ്പോ ഞാൻ പറയുന്നത് ഒരു 15 മിനിറ്റിലെ ക്യാൻഡിലാണ്. സോ ഈ ഒരു 15 മിനിറ്റിന്റെ ഈ ഒരു ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ ഒരു ക്യാൻഡിൽ ഓൾമോസ്റ്റ് 15 1 മിനിറ്റിന്റെ ക്യാൻഡിലുണ്ട്. ആ ഒരു 15 1 മിനിറ്റിന്റെ ക്യാൻഡിലും ഈ സെയിം രീതിയിലാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്തു, താഴോട്ട് പോയി, മേളിൽ പോയി, റിട്രേസ് ആയി, ക്ലോസ് ആയി. ഈ ഒരു ഒറ്റ ക്യാൻഡിൽ നോക്കിയാലും ആ ഒരു സെയിം രീതിയിലാണ് വർക്ക് ആവുന്നത്. സോ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്ന കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഫ്രാക്ടാലിറ്റി. നിങ്ങൾക്ക് ഈ ഒരു 1 ഡേയുടെ ക്യാൻഡിലിന്റെ ഓപ്പണിങ്ങിന്റെ താഴെ ബൈ ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ ഫുള്ള് റൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിന് പേടിയാണെങ്കിൽ നിങ്ങൾക്ക് 1 അവറിന്റെ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് താഴോട്ട് മാനിപ്പുലേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് മേലോട്ട് റൈഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ക്യാൻഡിൽ എന്താ പറയുക ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ സെയിം സാധനം 15 മിനിറ്റിലും പറ്റും, ആ ഒരു സെയിം സാധനം 5 മിനിറ്റിലും പറ്റും, ആ ഒരു സെയിം സാധനം 1 മിനിറ്റിലും പറ്റും. ഓക്കെ ഗൈസ്, സോ ഇതിനെയാണ് ഫ്രാക്ടാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഡെയിലി ചാർട്ട് വർക്ക് ചെയ്യുന്ന സെയിം രീതിയിലാണ് നമ്മുടെ മിനിറ്റ്സ് ചാർട്ടും വീക്ക്ലി ചാർട്ടും എല്ലാ കാര്യങ്ങളും വർക്ക് ആവുന്നത്. നിങ്ങൾ ഈ വളരെ ചെറിയ ടൈം ഫ്രെയിമിൽ അപ്ലൈ ചെയ്യുന്ന സെയിം ലോജിക്ക് നമുക്ക് ഈവൻ വീക്ക്ലി ചാർട്ടിലും അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കോൺസെപ്റ്റിന്റെ പേരാണ് ഫ്രാക്ടാലിറ്റി. ഇപ്പം ഈ ഒരു വീക്ക് ഫുള്ള് ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഒരു ബാരിഷ് വീക്ക് ഫുള്ള് ക്യാപിറ്റലൈസ് ചെയ്യണം എന്നുള്ള ഒരാൾക്ക് നമ്മുടെ ആ ഒരു വീക്ക് തുടങ്ങിയപ്പം ബുള്ളിഷ് മാനിപ്പുലേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു ഓപ്പണിംഗ് പ്രൈസിന്റെ മേളിൽ സെല് ചെയ്യാമായിരുന്നു. എന്നിട്ട് ഈ ഒരു ക്യാൻഡിലിന്റെ താഴെ അവർക്ക് ആ ഒരു ഷോർട്ട് സെല്ലിംഗ് പൊസിഷൻ ക്ലോസ് ചെയ്യാമായിരുന്നു. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു നമ്മുടെ ക്യാൻഡിൽ 6ന്റെ ഇത്. സോ നിങ്ങൾക്കിപ്പം ഓപ്പൺ ഹൈ ലോ ക്ലോസ്, ഓപ്പൺ ലോ ഹൈ ക്ലോസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും ഫ്രാക്ടാലിറ്റിയും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ എയിം എന്ന് വെച്ചാൽ ഒരു 1 അവറിന്റെ ക്യാൻഡിൽ ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ എയിം. എന്ന് വെച്ചാൽ ഈ ക്യാൻഡിൽ നിങ്ങൾക്ക് ഡെയിലി ക്യാൻഡിൽ അല്ല, ഇത് നിങ്ങളുടെ ഒരു 1 അവർ ക്യാൻഡിൽ ആണ്. ഓക്കെ, കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരും ഇതൊരു 4 അവറിന്റെ ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവരാണ് ഒരു ഡെയിലി ക്യാൻഡിൽ ഫുള്ള് ക്യാപിറ്റലൈസ് ചെയ്യാൻ നോക്കാവൂ. പക്ഷെ അത്രയും നേരം നിങ്ങൾക്കൊരു 6-7 മണിക്കൂറൊക്കെ നിങ്ങൾ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവാൻ 24 hours നിങ്ങൾ ട്രേഡ് ചെയ്യാറില്ല. നമ്മുടെ മാനിപ്പുലേഷൻ കഴിഞ്ഞ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ഉണ്ട്. സോ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഈ ക്യാൻഡിൽ റിയൽ ബോഡി ഫോം ആവുന്ന ഡിസ്ട്രിബ്യൂഷൻ ടൈമിലാണ്. സോ ആ ഒരു ഫുൾ ക്യാൻഡിൽ ഫോം ആവാനായിട്ട് 7-8 മണിക്കൂർ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു 1 അവർ ക്യാൻഡിൽ കയറിയാൽ ഒരു 30 മിനിറ്റ് കൊണ്ട് ട്രേഡ് ചെയ്യും. ഒരു 4 അവർ ക്യാൻഡിൽ ആണെങ്കിൽ ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യും. സോ അങ്ങനെ നിങ്ങളുടെ ട്രേഡ്സ് ഫിനിഷ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത്. കാരണം ഇപ്പൊ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രോ ഡൗൺസ് കാണും. ചെറിയ രീതിയിൽ മാർക്കറ്റ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോകും നിങ്ങളുടെ പൊസിഷൻ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പൊസിഷൻസ് പോകും. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ സ്ഥലത്ത് നിന്നിട്ട് ഒരു റിട്രേസ്മെന്റ് കാണും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് വെറുതെ ആവശ്യമില്ലാത്ത മെന്റൽ പ്രഷറും ക്യാപിറ്റൽ പ്രഷറുമാണ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ട് വരുന്നത്. സോ നിങ്ങൾ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങളുടെ ട്രേഡിന്റെ എന്താ പറയാ ക്വാണ്ടിറ്റി കൂട്ടുക. അല്ലാതെ നിങ്ങൾ തുടക്കത്തിൽ തന്നെ എനിക്കൊരു വലിയ ഇത് വേണമെന്നും പറഞ്ഞിട്ടിരിക്കാതെ ഇത് ചുമ്മാ വേസ്റ്റ് ഓഫ് എനർജിയാണ്. കാരണം നമ്മൾ ഒരു ദിവസം കൊണ്ട് ലൈക്ക് ഈ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റ്സ് ഇന്നോ നാളെയോ എന്താ പറയാ അവർ മാറ്റാൻ പോകുന്നില്ല. കാരണം ഈ ഒരു വഴി കൊണ്ടാണ് അവരും കാശുണ്ടാക്കുന്നത്. അവർക്ക് ഈ ഇത് മൊത്തത്തിൽ മാറ്റിയാലും അവർക്ക് പ്രൈസിനെ മാത്രമേ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റൂ, അവർക്ക് ടൈമിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളുടെ കോൺസെപ്റ്റ്സിലെ മെയിൻ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ടൈമാണ്. അവർക്ക് ടൈമിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് പ്രൈസിനെ മാത്രമേ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റൂ. സോ നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് അവർ ഇന്നോ നാളോ മാറ്റുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ അങ്ങനെ വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ അവർ ആൽഗോരിതം ചേഞ്ച് ചെയ്തോ ഒരു ആൽഗോരിതം എഡിറ്റ് ചെയ്തോ ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു സെയിം രീതിയിലാണ് പ്രൈസ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
മാർക്കറ്റ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട്. ഓക്കെ, സോ നമുക്കപ്പം ക്യാൻഡിൽ സ്റ്റിക്സിന്റെ ബോഡിയിൽ ഒന്നും കൂടെ ഡൈസെക്ട് ചെയ്യാം. ഇവിടെ ശരിക്കും എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിക്കേണ്ട 3 വാക്കുകളുണ്ട്. ഈ ഒരു 3 വാക്കുകളെ റിവോൾവ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങളുടെ ഹോൾ ട്രേഡിംഗ് ജേർണി എന്ന് പറയുന്നത്. ഒന്നാണ് അക്യുമുലേഷൻ, രണ്ടാമത്തെയാണ് മാനിപ്പുലേഷൻ, മൂന്നാമത്തെ വാക്കാണ് ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾ ഇപ്പൊ തന്നെ ഈ വാക്കുകൾ പറയുന്ന കേട്ടിട്ടുണ്ടായിരിക്കാം, മാനിപ്പുലേഷൻ എന്നും ഡിസ്ട്രിബ്യൂഷൻ എന്നും ഒക്കെ. സോ ഒരു ബെസ്റ്റ് ട്രേഡർ മാനിപ്പുലേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡർ ആണ് ബെസ്റ്റ് ട്രേഡർ. ഓക്കെ, ഒരു മാനിപ്പുലേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ട്രേഡർ ആണ് ഏറ്റവും ബെസ്റ്റ് ട്രേഡർ. സോ ഇനി തൊട്ട് നമ്മുടെ കോഴ്സ് മുന്നോട്ടൊരു സ്ലോ പേസിലായിരിക്കും പോകുന്നത്, കാരണം ഇവിടുന്ന് റിയൽ ടോക്ക് വരുവാണ്. സോ നമ്മുടെ ഈ ഒരു ക്യാൻഡിൽ സ്ട്രക്ചർ, ഇതിപ്പോ ഒരു ഡെയിലി ക്യാൻഡിലാന്ന് വെച്ചാൽ, നമ്മുടെ ഡെയിലി ക്യാൻഡിൽ മിഡ് നൈറ്റിൽ ഓപ്പൺ ആവും. ഏഷ്യൻ സെഷൻ ആയിരിക്കും. ഏഷ്യൻ സെഷനിൽ അധികം മൂവ്മെന്റ്സ് ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ നമ്മുടെ ലണ്ടൻ സെഷനിൽ മാനിപ്പുലേഷൻ നടക്കും. നമ്മുടെ ലണ്ടന്റെ അവസാനം ലണ്ടനിൽ തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ നടക്കും. ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ന്യൂയോർക്ക് കണ്ടിന്യൂ ചെയ്യും. ആ ഒരു ന്യൂയോർക്കിൽ തന്നെ നമുക്ക് ക്ലോസും വരും. ലണ്ടൻ ക്ലോസോടെ, ന്യൂയോർക്ക് ലഞ്ച് ലണ്ടൻ ക്ലോസോടെ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ ട്രേഡ് ചെയ്ത് ഇറങ്ങിക്കോണം. നമ്മുടെ ട്രേഡിംഗ് ഫുള്ളി ടൈം ബേസ്ഡ് ട്രേഡിംഗ് ആണ്, ഒരിക്കലും പ്രൈസ് ബേസ്ഡ് അല്ല. ഇതെല്ലാം ഒരു ലോജിക്കാണ്, ഇതൊരു പാറ്റേൺ അല്ല. പാറ്റേൺ വെച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് ആ ഒരു പാറ്റേൺ ഈ ട്രസ്റ്റ് ചെയ്യാനും വിശ്വസിച്ചാലും നിങ്ങളുടെ പ്രൈസ് നിങ്ങളുടെ അഗെയിൻസ്റ്റ് പോകുമ്പോഴും ഓക്കെ ഇത് എന്റെ പാറ്റേൺ വർക്ക് ആവും എന്നും പറഞ്ഞിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ഹോൾഡ് ഓൺ ചെയ്യാനായിട്ടൊരു കാര്യമില്ല. പക്ഷെ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും നമ്മുടെ ടൈമും വെച്ചിട്ട് നമുക്ക് ഉറപ്പായിട്ടും ഒരു ട്രേഡ് നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പോയാലും നമുക്ക് ആ ഒരു സിസ്റ്റത്തിൽ ബിലീവ് ചെയ്ത് നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റും. സോ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇതാണ് അക്യുമുലേഷൻ. അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ അക്യുമുലേഷൻ ഓഫ് ഓർഡേഴ്സ് എന്നാണ്. മാനിപ്പുലേഷൻ ഇതാണ്. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പോവേണ്ട ഇതിന് അഗെയിൻസ്റ്റ് പ്രൈസ് പോകുന്നതിനാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ ആണ് ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഒരു ദിവസത്തെ ഏറ്റവും വലിയൊരു പ്രൈസ് ലെഗ് എന്ന് പറയുന്നത്. സോ ഒരു ഡേ ചാർട്ടിൽ ഏഷ്യൻ സെഷൻ, ലണ്ടൻ സെഷൻ, ന്യൂയോർക്ക് സെഷൻ ഇങ്ങനെ ആണെങ്കിൽ ഒരു വീക്കിൽ എങ്ങനെ ആയിരിക്കും അത്? മൺഡേ അക്യുമുലേഷൻ, ട്യൂസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ ആയിരിക്കും നമ്മുടെ ട്യൂസ്ഡേ തുടങ്ങുന്ന മാനിപ്പുലേഷൻ വെനസ്ഡേ പകുതിക്കായിരിക്കും തീരുന്നത്. വെനസ്ഡേ റിട്രേസ്മെന്റ് കാണും. തേഴ്സ്ഡേ ഡിസ്ട്രിബ്യൂഷൻ, ഫ്രൈഡേ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് റിട്രേസ് ആവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഒരു വീക്കിലി ഇത് വരുന്നത്. മൺഡേ, ട്യൂസ്ഡേയും വെനസ്ഡേയും ആണ് മാക്സിമം ലോ ഓഫ് ദ വീക്ക് അല്ലെങ്കിൽ ഹൈ ഓഫ് ദ വീക്ക് ഫോം ആവുന്നത്. ബുള്ളിഷ് ആണെങ്കിൽ ലോ ഓഫ് ദ വീക്ക് അല്ലെങ്കിൽ ബുള്ളിഷ് ആണെങ്കിൽ ലോ ഓഫ് ദ വീക്ക് ഫോം ആവുന്നത് ട്യൂസ്ഡേസിലല്ലേ വെനസ്ഡേസിലായിരിക്കും. ബെയറിഷ് ആണെങ്കിൽ ഹൈ ഓഫ് ദ വീക്ക് ഫോം ആവുന്നത് ട്യൂസ്ഡേസ് അല്ലെങ്കിൽ വെനസ്ഡേസിലായിരിക്കും. നിങ്ങൾക്ക് മാർക്കറ്റിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ് ഫോറക്സ് മാർക്കറ്റ്സിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇനി ടൈമിങ്സ് പറഞ്ഞുതരാം. ഇതായിരിക്കും നിങ്ങളുടെ മാർക്കറ്റ് ടൈമിങ്സ്. ഈ ഒരു ഇതെല്ലാം US ടൈമിലാണ്, ഇത് നമ്മുടെ നാട്ടിലെ ടൈം അല്ല. ഇതെല്ലാം ന്യൂയോർക്ക് ടൈംസ് ആണ്. US മൾട്ടിപ്പിൾ ടൈം സോൺസ് ഉണ്ട്. സോ അതിനകത്ത് ന്യൂയോർക്ക് ടൈം സോൺ ആണ്. സോ ന്യൂയോർക്ക് രാത്രി 8 മണിയാകുമ്പോഴാണ് ഏഷ്യൻ സെഷൻ തുടങ്ങുന്നത്. അതേപോലെ ഏർലി മോർണിംഗ് 2:30 ഇതിന്റെ ഇന്ത്യൻ ടൈം കൺവേർഷൻ നിങ്ങൾക്ക് എന്താ നോക്കാം. ഇന്ത്യൻ ടൈം, UAE ടൈം, UK ടൈം കൺവേർഷൻസ് എന്താ നിങ്ങൾക്ക് നോക്കാം. അതേപോലെ 7 AM നമ്മുടെ ന്യൂയോർക്ക് സെഷൻ തുടങ്ങുന്നത്. അതേപോലെ 10:30 നമ്മുടെ ന്യൂയോർക്കിന്റെ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ആവുകയാണ്. ലണ്ടന്റെ ക്ലോസ് ആണ്. സോ നിങ്ങൾ 10:30 ആകുമ്പോൾ നിങ്ങളുടെ ഫോറക്സ് ട്രേഡിംഗ് 10:30 വൈൻഡ് അപ്പ് ചെയ്യേണ്ടതാണ് നിങ്ങൾ ഇൻട്രാഡേ ട്രേഡേഴ്സ് ആണെങ്കിൽ. സോ 8 മണിക്ക് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത്, ഞാൻ പറയാൻ പോകുന്ന ടൈംസ് എല്ലാം ന്യൂയോർക്ക് ടൈംസിലായിരിക്കും. 8 മണിക്ക് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അക്യുമുലേഷൻ ആണ്. 2:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മാനിപ്പുലേഷൻ കാണും. മാനിപ്പുലേഷൻ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഈസി അല്ല. അതിന്റെ എല്ലാം ഡെലിവറി പ്രൊഫൈൽസ് ഞാൻ കാണിച്ചു തരാം. മാനിപ്പുലേഷൻ കാണും. ആ ഒരു മാനിപ്പുലേഷൻ
മാനിപ്പുലേഷൻ കഴിഞ്ഞ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ലണ്ടനിൽ തന്നെ നടക്കാറുണ്ട്. മാക്സിമം ന്യൂയോർക്ക് ബിഗിനിങ്ങിൽ 7 മണിക്ക്. ന്യൂയോർക്ക് ബിഗിനിങ്ങിൽ മാനിപ്പുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂയോർക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ടും ചെയ്യും. എന്നിട്ട് അത് ലണ്ടൻ ക്ലോസ് ആകുമ്പോഴത്തേക്ക് ഒന്ന് റിട്രേസ് ആവും. ഇങ്ങനെയാണ് നമ്മുടെ ഹോൾ മാർക്കറ്റ് പ്രൊഫൈൽ ഫോറക്സിൽ വർക്ക് ആവുന്നത്. സോ നമുക്ക് വോളറ്റിലിറ്റി ഇൻജെക്ഷൻസ് വരുന്ന ടൈം ഉണ്ട്. സോ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കെയർഫുൾ ആയിട്ടുള്ള ടൈമാണ് ന്യൂയോർക്കിലെ 9:30 AM എന്ന് പറയുന്നത്. സോ 9:30 AM നമ്മുടെ മാർക്കറ്റ് ഓപ്പണിംഗ് അല്ല, സോറി സെഷൻ ഓപ്പണിംഗ് അല്ല, മാർക്കറ്റ് ഓപ്പണിംഗ് ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് കുറെ കിൽ സോൺസ് എന്നൊക്കെ പറഞ്ഞ് കുറെ ബസ് വേർഡ്സ് കേൾക്കാം. നിങ്ങൾ ഈ ഒരു ടൈമിങ്സ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. നിങ്ങൾ സെഷൻസിൽ വന്നിട്ട് സെഷൻസിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന കുറച്ച് ടൈമിങ്സ് ഞാൻ പറഞ്ഞുതരാം. നമുക്കത് ടൈം എന്ന് പറയുന്ന കോൺസെപ്റ്റിലൊക്കെ പറഞ്ഞുതരാം. നിങ്ങളിപ്പം മാർക്കറ്റ് ഡെലിവറി പ്രൊഫൈൽ മാത്രം നോക്കിയാൽ മതി. ആദ്യം അക്യുമുലേറ്റ് ചെയ്യും, മാനിപ്പുലേറ്റ് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നമ്മുടെ ഒരു ബെയറിഷ് ഡേ ആണെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു, മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, റിട്രേസ് ആവുന്നു, മാർക്കറ്റ് ക്ലോസ് ആവുന്നു. സോ ഈ ഒരു ഡെലിവറി പ്രൊഫൈൽ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇതൊരു ബുള്ളിഷ് ഡേടതും ഇതൊരു ബെയറിഷ് ഡേടതുമാണ്. നിങ്ങൾക്ക് ലണ്ടനിൽ സെല്ല് ചെയ്ത് നിങ്ങൾക്ക് ലണ്ടൻ സെഷൻ മാത്രം ട്രേഡ് ചെയ്യുന്നവർക്ക് ലണ്ടനിൽ തന്നെ സെല്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ന്യൂയോർക്കിൽ ഒന്നും ചെയ്യാതിരിക്കാം. ലണ്ടനിൽ മാത്രം സെല്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ന്യൂയോർക്കിൽ ഒന്നും ചെയ്യാതെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കാം. അതേസമയം നിങ്ങൾക്ക് വലിയ മൂവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ന്യൂയോർക്കിൽ ലണ്ടന്റെ റിവേഴ്സലിൽ ന്യൂയോർക്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന നമ്മുടെ ഒരു ഇതാണ് നമ്മുടെ വീക്ക്ലി പ്രൊഫൈൽ. അതിനകത്ത് മൺഡേ അക്യുമുലേഷൻ ആയിരിക്കും, ട്യൂസ്ഡേ നമ്മുടെ മാനിപ്പുലേഷൻ ആയിരിക്കും, വെനസ്ഡേ ആയിരിക്കും ലോ ഓഫ് ദ വീക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. വെനസ്ഡേ ഒരു ഏർലി മോർണിംഗ് തന്നെ റിവേഴ്സൽ വരും, തേഴ്സ്ഡേ കണ്ടിന്യൂ ചെയ്യും, ഫ്രൈഡേ ഡേ വീക്ക് ഫിനിഷ് ആവും. അതേപോലെ നമ്മുടെ ഒരു മന്ത് എടുക്കുവാണെങ്കിൽ ഒരു മന്തിന്റെ ഇനിഷ്യൽ 2 വീക്സ് അക്യുമുലേഷൻ ആയിരിക്കും, പിന്നത്തെ വീക്സ് മാനിപ്പുലേഷൻസ് ആയിരിക്കും, തേർഡ് വീക്കിന്റെ എൻഡ് തൊട്ട് ഫൈനൽ വീക്ക് വരെ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഫൈനൽ വീക്കിന്റെ എൻഡ് ആകുമ്പോഴത്തേക്ക് തിരിച്ചൊന്ന് റിവേഴ്സ് ആവും. ഇങ്ങനെയാണ് ഒരു മന്ത് പെർഫോം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും ഒരു ക്ലൂ കിട്ടിക്കാണും. ഓക്കെ ഫൈൻ, സംതിങ് എന്തോ ഒരു പാറ്റേൺ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഡെയിലിയിലും മന്ത്ലിയിലും വീക്ക്ലിയിലും എല്ലാം ഒരു പാറ്റേൺ ഫീൽ ചെയ്യുന്നു. സോ ഗൈസ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലായി. ഫ്രാക്ടാലിറ്റി ഓഫ് മാർക്കറ്റ്. എല്ലാ മാർക്കറ്റും ഫ്രാക്ടൽ ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു 1 മിനിറ്റിന്റെ ക്യാൻഡിൽ എങ്ങനെ ഫോം ആവാൻ പോകുന്ന? 1 മിനിറ്റിന്റെ ക്യാൻഡിലും ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, റിട്രേസ് ആവും. ഇങ്ങനെയാണ് ഒരു 1 മിനിറ്റിന്റെ ക്യാൻഡിൽ ഫോം ആവാൻ പോകുന്നത്. പക്ഷെ അത് ഇച്ചിരി പെട്ടെന്ന് നടക്കുമെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ ക്യാൻഡിൽസും ഫോം ആവുന്ന സെയിം രീതിയിലാണ് ഈ ഒരു ക്യാൻഡിലും ഫോം ആവുന്നത്. സോ നിങ്ങൾ വളരെ വലിയൊരു കോൺസെപ്റ്റ് പഠിച്ചു, ഫ്രാക്ടാലിറ്റി. ഓക്കെ, സോ നമുക്ക് പവർ ഓഫ് 3 നോക്കാം. സോ പവർ ഓഫ് 3 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച 3 സെഗ്മെന്റ്സ് ഏതായിരുന്നു? ഒന്നായിരുന്നു അക്യുമുലേഷൻ, രണ്ടാമത്തെ മാനിപ്പുലേഷൻ, മൂന്നാമത്തെ ഡിസ്ട്രിബ്യൂഷൻ. ഈ 3നെയാണ് പവർ ഓഫ് 3 എന്ന് പറയുന്നത്. സോ പവർ ഓഫ് 3 നമ്മളൊരു ക്യാൻഡിലിന്റെ ബേസിലാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് വെച്ചാൽ നമ്മളൊരു ക്യാൻഡിലിന്റെ ബേസിലാണ് പറയുന്നത്. സോ നമ്മൾ ഒരു ബയേഴ്സ് എന്നുള്ള നിലയിൽ നമ്മൾ ബുള്ളിഷ് ഡേ അന്ന് നമ്മൾ ഓപ്പണിംഗ് പ്രൈസിന്റെ താഴെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ ഓപ്പണിംഗ് പ്രൈസിന്റെ താഴെയാണ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ ആ ഒരു പാർട്ടിസിപ്പേഷൻ പോയിന്റിന് അതാണ് നമ്മുടെ ഏറ്റവും ഡിസ്കൗണ്ടഡ് പ്രൈസിൽ കിട്ടുന്നത്. സോ ആ ഒരു ഇവിടാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബൈ പൊസിഷൻ ഇങ്ങനെ ആയിരിക്കും. ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ ബൈ ചെയ്യാൻ പോകുന്നത്. 1 സെക്കൻഡ്. ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ ബൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏറ്റവും നിയറസ്റ്റ് ലോയിലും, നിയറസ്റ്റ് ലോ അല്ല, ഒരു എഞ്ചിനീയർഡ് ചെയ്ത നമുക്ക് സേഫ് ആണെന്ന് തോന്നുന്ന ഒരു ലോയിലും നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് ആ ഒരു ദിവസത്തിന്റെ ലയൺസ് പോർഷൻ ക്യാപ്ചർ ചെയ്യാനായിട്ടും ഇങ്ങനത്തെ ഒരു ഇതിലായിരിക്കും. സോ ഈ ഒരു സെയിം സാധനം നമ്മുടെ സ്കിമാറ്റിക്സിലോട്ട് വരുമ്പം നമ്മൾ മാനിപ്പുലേഷൻ കഴിഞ്ഞിട്ടുള്ള റിവേഴ്സലിലാണ് നമ്മൾ ആ ഒരു പ്രൈസിൽ എൻട്രി ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇനിഷ്യൽ കൺസോൾട്ടേഷന്റെ ഹൈ വരെ ആയിരിക്കും നമ്മുടെ ട്രേഡ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ടേക്ക് പ്രോഫിറ്റ് എവിടെ വെക്കണമെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണമെന്ന് മനസ്സിലായില്ലേ? ഈ ഒരു റിവേഴ്സൽ പോയിന്റിൽ സ്മാർട്ട് മണി റിവേഴ്സൽ നടക്കുന്നുണ്ട്. അതെന്തോ നമുക്ക് നോക്കിയാലോ. സോ മാർക്കറ്റ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞു, മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. മാനിപ്പുലേഷന് നിൽക്കാനായിട്ടൊരു സ്ഥലമാണ്. ലൈക്ക് ചില ദിവസങ്ങളിൽ മാനിപ്പുലേഷൻ ഭയങ്കര വലുതായിരിക്കാം, ചില സമയത്ത് മാനിപ്പുലേഷൻ ഭയങ്കര ചെറുതായിരിക്കാം. സോ ഈ മാനിപ്പുലേഷന് സ്റ്റോപ്പ് ആവാനായിട്ടൊരു സ്പെസിഫിക് പൊസിഷൻ വേണം. ആ ഒരു സ്ഥലത്തിന്റെ പേരാണ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഈ ഒരു പ്രൈസ് വന്ന് നിൽക്കുന്ന സ്ഥലമാണ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്.
ഓക്കെ, ഈ ഒരു പ്രൈസ് തോന്നുന്നിടത്ത് വന്നല്ല നിൽക്കുന്നത്, ആ ഒരു പ്രൈസ് നിൽക്കാനായിട്ട് ഒരു സ്പെസിഫിക് റീസൺ ഉള്ളതുകൊണ്ടാണ് അതിനെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് 2 പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളാണ് ഉള്ളത്, ഒന്ന് ലിക്വിഡിറ്റിയും ഒന്ന് ഇംബാലൻസസും. ഈ 2 പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളാണ് നമുക്കുള്ളത്. ഈ 2 കാര്യങ്ങൾ നമ്മൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. സോ നമ്മളെ പ്രൈസ് മാനിപ്പുലേഷൻ നിൽക്കാൻ പോകുന്നത് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ്. ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ താഴെ ഒരു സംഭവം നടക്കും. ആ ഒരു സംഭവത്തിന്റെ പേരാണ് SMR എന്ന് പറഞ്ഞാൽ സ്മാർട്ട് മണി റിവേഴ്സൽ. ഓക്കെ, സോ ഈ സ്മാർട്ട് മണി റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറെ ആൾക്കാർ ഈ മാർക്കറ്റിന്റെ ഈ ഒരു ലൂപ്പ് ഹോള് കാരണം കാശ് ഉണ്ടാക്കുന്നുണ്ട്. അവരെയാണ് നമ്മൾ സ്മാർട്ട് മണി എന്ന് വിളിക്കുന്നത്. സോ അവർക്ക് ഇത് ശ്രദ്ധിച്ച് കേട്ടോണം നിങ്ങൾ, അവർക്ക് ഈ ഓർഡേഴ്സ് ലൈക്ക് അവരുടെ വലിയ മണി ആയിരിക്കും, വളരെ വലിയ എമൗണ്ട്സ് ഓഫ് ക്യാഷ് ആയിരിക്കും. അപ്പൊ ആ ഒരു എമൗണ്ട് ഓഫ് മണി അവർക്ക് ഒറ്റയടിക്ക് ഒരു ബൈ ബട്ടണിൽ ബൈ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു ബൈ പൊസിഷൻ ആണ്. സോ അവർക്ക് വേണ്ടി ലൈക്ക് അവരുടെ ക്യാഷ് കയറ്റാനായിട്ട് അവർക്ക് മൾട്ടിപ്പിൾ എൻട്രീസിന് സമയം വേണ്ടി വരും. ആ ഒരു മൾട്ടിപ്പിൾ എൻട്രീസിൽ അവർ മാർക്കറ്റ് ഓർഡേഴ്സ് അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സ്മാർട്ട് മണി റിവേഴ്സൽ. അപ്പം നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ താഴെ നമ്മുടെ മാനിപ്പുലേഷൻ കഴിഞ്ഞിട്ട് ആ ഒരു മാനിപ്പുലേഷൻ എന്താ പറയാ അത്യാവശ്യം ഒന്ന് ടൈം എടുക്കും റിവേഴ്സലിന് മുമ്പ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരു എക്സാക്ട് പോയിന്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഈ ഒരു റീറ്റെയിൽ ട്രേഡർ പ്രതീക്ഷ എന്താന്ന് വെച്ചാൽ പ്രൈസ് ഓക്കെ ശരി, എൻ്റെ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, ആ ഒരു സപ്പോർട്ട് ഇനി റെസിസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്ത് പ്രൈസ് ഇനിയും താഴോട്ട് പോകും എന്നാണ് അവർ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അല്ല, ആ ഒരു ഏരിയയിൽ അവർ സ്മാർട്ട് മണി റിവേഴ്സൽ നടക്കുവാണ്. പ്രൈസ് ശരിക്കും ഇങ്ങനെ ഇത് ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് മേളിൽ കയറാൻ പോവാണ്. ഈ ഒരു എക്സാക്ട് സ്മാർട്ട് മണി റിവേഴ്സൽ നടക്കേണ്ടത് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ താഴെ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലായിരിക്കണം. സോ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് മിക്കപ്പോഴും ഒരു ലിക്വിഡിറ്റിയോ ഒരു ഇംബാലൻസോ ആയിരിക്കും. സോ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ലെവലാണ്. ഇപ്പൊ 2500 എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ലെവലായിരിക്കും. ഇംബാലൻസ് എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഓഫ് ലെവലായിരിക്കും. ചിലപ്പോൾ 2000 തൊട്ട് 2500 വരെ എന്നുള്ളൊരു സ്ഥലമായിരിക്കും. അപ്പം ഈ സ്മാർട്ട് മണി റിവേഴ്സൽ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ അകത്ത് നടക്കുന്നതെന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി അതൊരു ഇംബാലൻസിന്റെ അകത്തായിരിക്കും നടക്കുന്നത്. ആ ഒരു ലെവലിന്റെ താഴെ എന്ന് പറയുമ്പോൾ അത് ലിക്വിഡിറ്റിയുടെ താഴെ ആയിരിക്കും നടക്കുന്നത്. സോ നിങ്ങൾക്ക് എക്സാക്ട്ലി ആ ഒരു ലോജിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇടുക. സോ മാർക്കറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നു, മാനിപ്പുലേറ്റ് ചെയ്യുന്ന എവിടംവരാണ് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വരാണ്. ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നിന്നാണ് നമുക്ക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ താഴെ സ്മാർട്ട് മണി റിവേഴ്സൽ നടക്കുന്നത്. സ്മാർട്ട് മണി റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് പോക്കറ്റ്സ്, വലിയ മണിയായിട്ട് കുറെ കാശുള്ളവർ അവരുടെ ഓർഡേഴ്സ് മൾട്ടിപ്പിൾ രീതിയിൽ HFT ആൽഗോറിതംസ് വെച്ച് ഡെലിവർ ചെയ്ത് മാർക്കറ്റിൽ പ്ലേസ് ചെയ്യുന്നതാണ് ഈ സ്മാർട്ട് മണി റിവേഴ്സൽ നടക്കുന്നത്. ആ ഒരു സ്മാർട്ട് മണി റിവേഴ്സൽ നടന്നു കഴിഞ്ഞാൽ ലൈക്ക് അവരാണല്ലോ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ലൈക്ക് അവരുടെ ബൈ പൊസിഷൻ കാരണം മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നല്ല, അവരാണ് ആൽഗോറിതത്തിന്റെ ഓണർ. സോ അവരാണ് മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത്. സോ ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുമെന്ന് അവർക്ക് മനസ്സിലാവുന്നത് കൊണ്ട് അവർ ആ ഒരു സ്ഥലത്ത് ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഒരു ക്യാഷ് എല്ലാം അവർക്ക് ആ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ കൊടുക്കാനാണ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ താഴെ കിടന്ന് മാർക്കറ്റ് അത്രയും കുറച്ചൊരു ടൈം ആവാൻ വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും, എനിക്ക് ഒരു ക്ലൂ തരാം, ഒരു ഹിന്റ് തരാം. ഇത്രയും സ്മാർട്ട് മണി ഓർഡേഴ്സ് റിക്കവർ ചെയ്യാനായിട്ട് 20 മിനിറ്റ് ടൈം എടുക്കും. ആ ഒരു 20 മിനിറ്റ് മാർക്കറ്റ് അവിടെ ഹോൾഡ് ആയിരിക്കും. സോ ആ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് മാർക്കറ്റ് ബേസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോകും. സോ ആ ഒരു സ്മാർട്ട് മണി ലൈക്ക് ഒരു ബിഗ് മണി ആയിട്ടുള്ളവർ ഈ ക്യാഷ് ഉണ്ടാക്കും. ബാക്കിയുള്ളവർ ഇത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, റെസിസ്റ്റൻസ് ആണ് എന്നും പറഞ്ഞ് സെല് ചെയ്യും, അവർക്ക് ലോസ് ആവും. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇതാണ് നമ്മുടെ മാർക്കറ്റിന്റെ ഒരു ഫുൾ ഡൈനാമിക്സ്. നമ്മുടെ വളരെ ഒരു ചെറിയ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ആണ് സ്മാർട്ട് മണി. നമ്മുടെ ഹോൾ സ്പെക്കുലേറ്റീവ് മാർക്കറ്റ് ആണ് നമ്മുടെ ഡം മണി എന്ന് പറയുന്നത്. ഇതാണ് റീറ്റെയിൽ ട്രേഡേഴ്സും നമ്മുടെ ഹെഡ്ജ് ഫണ്ട്സും വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽസും നമ്മുടെ എന്താ പറയാ അസറ്റ് മാനേജേഴ്സും പ്രൈവറ്റ് ഇക്വിറ്റി എല്ലാവരും ഈ ഒരു ഡം മണി കാറ്റഗറി പെടുന്നതാണ്. അപ്പൊ ഇവരുടെ ഒരുപാട് കാശുണ്ട്. അപ്പൊ ഈ കാശെല്ലാം വളരെ സ്മാർട്ടായിട്ടും വളരെ എഫേർട്ട്ലെസ് ആയിട്ടും സ്മാർട്ട് മണിയുടെ പോക്കറ്റിൽ എത്തിക്കാനായിട്ടുള്ളൊരു രീതിയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് എന്നല്ല, നിങ്ങൾ ഏതൊരു മാർക്കറ്റ് പറഞ്ഞാലും ഈ ഒരു സെയിം ഉദ്ദേശം കൊണ്ടാണ് മാർക്കറ്റ്സ് ഈ ലോകം മൊത്തം മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഡം മണിയുടെ അൺസ്പെക്കുലേറ്റീവ് മണിയുടെ ക്യാഷ് മൊത്തം നമ്മുടെ ഒരു സിംഗിൾ എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് എൻറ്റിറ്റി. കാരണം ബാങ്കിന്റെ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ബാങ്കുകളുടെ പേരുകൾ എടുത്ത് പറയാൻ പറ്റത്തില്ല. സോ വളരെ വലിയ ബാങ്കുകളുടെ ആ ഒരു ഓണേഴ്സിനും ആ ഒരു
ഫെഡറൽ റിസർവ് ക്രിയേറ്റ് ചെയ്തവർക്കും RBI ക്രിയേറ്റ് ചെയ്തവർക്കും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ബാങ്ക് ഓഫ് ജർമ്മനി, യൂറോപ്യൻ ബാങ്ക്സ്, യൂറോപ്യൻ യൂണിയൻ ബാങ്ക്സ്, ഈ ബാങ്ക്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തവരുടെ ബെനിഫിറ്റിനായിട്ട് വേണ്ടിയാണ് ഈ സ്മാർട്ട് മണി. സോ അവരുടെ ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ആൽഗോരിതം. സോ ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരു സ്കിമാറ്റിക്സ്, ആ ഒരു അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. സോ നിങ്ങൾക്ക് ഞാൻ എന്റെ ചാനൽ പോവാത്ത രീതിയിൽ ഒരു സേഫ് ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഡം മണിയുടെ കാശ് എങ്ങനെ സ്മാർട്ട് മണിക്ക് എത്തിക്കാം? ഒബ്വിയസ്ലി മാനിപ്പുലേഷൻ വഴി. കാരണം നിങ്ങൾ അത് പല ഇതിലും കണ്ടു. അപ്പൊ ഈ ഒരു സ്മാർട്ട് മണി എന്ന് പറയുന്നവർക്ക് ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം? അവർക്ക് ന്യൂസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്ത് മാനിപ്പുലേഷൻ നടത്താം. അവർക്ക് വേറെ എന്ത് യൂസ് ചെയ്യാം? അവർക്കൊരു ചെറിയ തർക്കം, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വാക്ക് തർക്കം യൂസ് ചെയ്തിട്ട് അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. അതേപോലെ അവർക്ക് വേറെ എന്ത് യൂസ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യാം? ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവന്റ്സ് യൂസ് ചെയ്ത് അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ഇവന്റ്സ്. അതേപോലെ വേറെ എന്തുവാണ്? പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. നമുക്ക് ഇപ്പം ഒരു ഫോറസ്റ്റ് ഫയറോ, ലൈക്ക് മനുഷ്യന്മാർക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ലൈക്ക് നമുക്കിപ്പം ഒരു ടൊർണാഡോ ഒന്നും മനുഷ്യന്മാർക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്താ പറയാ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കണക്ക് ഈ ഫോറസ്റ്റ് ഫയറോ, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ബാങ്ക് കത്തിപ്പിടിച്ചു, അല്ലെങ്കിൽ ഒരു അറ്റാക്ക് ഒരു രാജ്യത്ത് നടന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവര് നറേറ്റീവ് കൺട്രോൾ ചെയ്യുന്നത്. സോ ആ ഒരു നറേറ്റീവ് കാണുമ്പം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ബ്യൂട്ടിഫുൾ നറേറ്റീവ് പറഞ്ഞുതരാം. നമുക്കിപ്പം ജാപ്പനീസ് യെൻ എന്ന് പറയുന്ന ഒരു കറൻസി പെയർ ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് ഒരു നറേറ്റീവ് പുറത്തോട്ട് പുഷ് ചെയ്യുന്നു. അപ്പം ആൾക്കാർ ഉദ്ദേശിക്കുന്നത് യെന്നിന്റെ പെയറുകളെല്ലാം ബുള്ളിഷ് ആണെന്നാണ്. ഓക്കെ, അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നോക്കുമ്പം ഈ ന്യൂസ് കഴിയുമ്പോൾ പതിവില്ലാതെ വല്ലാണ്ട് നല്ല രീതിക്ക് പെർഫോം ആവും. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതൊരു മാനിപ്പുലേഷൻ ആണ്. മാനിപ്പുലേഷൻ എവിടം വരെയാണ് മാനിപ്പുലേഷൻ നടക്കാൻ പോകുന്നത്? ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നു, മാനിപ്പുലേഷൻ നടക്കാൻ പോകുന്നത് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വരെയാണ്. ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇപ്പോൾ ആൾക്കാരൊക്കെ നോക്കുമ്പോൾ ഓക്കെ ഫൈൻ, ഭയങ്കര ബുള്ളിഷ് ആണ് ന്യൂസ് വർക്ക് ആവുന്നു, ന്യൂസിൽ പറയുന്നതാണ് സത്യം. ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് പേരുടെ സപ്പോർട്ട് ബ്രേക്കായി, റെസിസ്റ്റൻസും ആയി, ഇനിയപ്പോൾ മാർക്കറ്റ് തിരിച്ച് സപ്പോർട്ട് ആവും എന്നും പറഞ്ഞിട്ട് അവർ ഇരിക്കുമ്പോഴാണ് ആ ഒരു ന്യൂസ് ഫുൾ മാനിപ്പുലേഷൻ ആയിരുന്നു. സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു റീറ്റെയിൽ ആൾക്കാരുടെ, തിരിച്ച് അവർക്ക് എൻട്രിയും കൊടുത്തു, മാർക്കറ്റ് ഭൂം എന്ന് പറഞ്ഞ് താഴും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ന്യൂസിന്റെ നറേറ്റീവ്. ഈ ഒരു സാധനമാണ് എല്ലായിടത്തും നടക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് അവര് ഓരോ കാര്യങ്ങളും യൂസ് ചെയ്തിട്ട്, ലൈക്ക് ഇപ്പൊ ഇങ്ങനെ പറയും, നമ്മുടെ വാൾ സ്ട്രീറ്റിലെ പാനിക് ആണ്, ടെക് സ്റ്റോക്സ് ആർ ഫോളിങ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നാരറ്റീവ്സ് ഇവർ കൺട്രോൾ ചെയ്യും. അപ്പൊ ഈ കൺട്രോൾ ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഡം മണി, റീറ്റെയിൽ മണി ഇവർക്ക് കിട്ടും. അതാണ് ഈ ഒരു നറേറ്റീവിന്റെ ഒറ്റ യൂസ്. കാരണം അവർക്ക് അവരുടെ മാത്രം പേഴ്സണൽ സെൽഫ് ഇൻട്രസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അവർക്കപ്പം ഈ ഒരു ആൾക്കാർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ വിചാരിച്ചതാണ് ഇപ്പം എന്താ പറയാ, ഇപ്പം yen ബുള്ളിഷ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് വാങ്ങിക്കുന്നു, yen പിന്നെയും ഭയങ്കര മുകളിലോട്ട് പോകുന്നു. അപ്പം ഒരു കളക്റ്റീവ് നമ്മളൊരു നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്കിപ്പം ഫസ്റ്റ് മന്ത് എന്താ പറയാ $10 പ്രോഫിറ്റ് ആയിരുന്നു, സെക്കൻഡ് മന്ത് $20 പ്രോഫിറ്റ് ആയിരുന്നു, തേർഡ് മന്ത് ഒരു $20 ലോസ് ആയിരുന്നു, ഫോർത്ത് മന്ത് ഒരു $20 ലോസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ പുള്ളിക്കാരൻ ഒരു നെറ്റ് ലോസിലാണ്. അപ്പൊ അവർക്ക് ആ ഒരു നെറ്റ് ലോസിൽ ഈ ഒരു ഡം മണി എന്ന് പറയുന്ന ആരും കാശ് ഉണ്ടാക്കരുത്. അപ്പൊ ആ ഒരു ഇതിന് വേണ്ടി സ്മാർട്ട് മണി ദേ വിൽ ഡു എന്താണേലും അവരെ കൊണ്ട് ആ ഒരു കാര്യം അവർ ചെയ്തിരിക്കും, അവരുടെ ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട്. സോ ഗൈസ്, നമുക്ക് നമ്മുടെ പവർ ഓഫ് 3 ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. നമ്മളപ്പോൾ പവർ ഓഫ് 3യിൽ പഠിച്ചിരുന്നത് അക്യുമുലേഷൻ, അതേപോലെ മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു നമ്മൾ പവർ ഓഫ് 3യിൽ പഠിച്ചിരുന്നത്. നമ്മളിപ്പോൾ ഒരു പവർ ഓഫ് 3 എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മളൊരു ബൈയിങ് സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെയാ നോക്കാൻ പോവാണ്. സോ പവർ ഓഫ് 3 നമ്മളൊരു അക്യുമുലേഷനിൽ തുടങ്ങുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാനിപ്പുലേഷൻ, ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ, അത് കഴിഞ്ഞ് പ്രൈസ് റിവേഴ്സ് ആവുന്നു, സ്മാർട്ട് മണി റിവേഴ്സൽ, നമ്മുടെ ഇനിഷ്യൽ കൺസോൾട്ടേഷന്റെ ലിക്വിഡിറ്റി എടുക്കുന്നു. ഇങ്ങനെയാണ് ഇനിഷ്യൽ കൺസോൾട്ടേഷന്റെ ലിക്വിഡിറ്റി ഒക്കെ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഇതാണ് നമ്മുടെ ഹോൾ പവർ ഓഫ് 3യുടെ എക്സ്പാൻഷൻ. നമ്മൾ മാർക്കറ്റിന്റെ എഞ്ചിനീയറിംഗിലോട്ട് ഇറങ്ങുവാണ്. സോ മാനിപ്പുലേഷൻ വരുന്നത് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വരെയാണ്. ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ താഴെയാണ് സ്മാർട്ട് മണി റിവേഴ്സൽ നടക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു.
സോ ഇവിടാണ് നമ്മുടെ സ്മാർട്ട് മണിയുടെ ഓർഡർ അക്യുമുലേഷൻ നടക്കുന്നത്, സ്മാർട്ട് മണി റിവേഴ്സൽ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബിഗിനേഴ്സിന്, നമ്മുടെ ഈ ഇത് വാച്ച് ചെയ്യുന്ന ബിഗിനേഴ്സിന് ഇവിടാണ് ബിഗിനേഴ്സിന്റെ ഫസ്റ്റ് എൻട്രി. ഓക്കെ, ബിഗിനേഴ്സിന്റെ ഫസ്റ്റ് എൻട്രി ഇതാണ്. ബിഗിനേഴ്സിന് എൻട്രി മിസ്സായാൽ രണ്ടാമത്തെ എൻട്രി ഇവിടുന്നാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ എൻട്രീസ് ഫോം ആവുന്നത്. അതേ കണക്ക് മാനിപ്പുലേഷൻ ട്രേഡ് ചെയ്യണം എന്നുള്ളവരുടെ ഫസ്റ്റ് എൻട്രി ഇവിടുന്നാണ്. സെക്കൻഡ് എൻട്രി ഈ ഒരു ഏരിയ എന്നാണ്. ഓക്കെ, എവിടാണ് നിങ്ങൾ ടേക്ക് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. സോ നമ്മുടെ മാനിപ്പുലേഷന്റെയും അക്യുമുലേഷന്റെയും ഡിസ്ട്രിബ്യൂഷന്റെയും എൻട്രീസ് ഞാൻ കാണിച്ചു തന്നു. സോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് എവിടെ നിന്നാണ് എൻട്രി എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി ചെയ്യാം. വളരെ ലോ റിസ്ക് ആണ്. നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ വയ്ക്കാം, 1, 2, 3 പിപ്പേക്കാണ്. പക്ഷെ നിങ്ങൾ ഈ വളരെ ചെറിയ പിപ്പിന് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നിങ്ങളെ ബ്രോക്കേഴ്സും നിങ്ങളുടെ ഫേംസും നിങ്ങളുടെ പ്രോപ്പ് ഫേംസിന്റെ ഡാറ്റ പ്രൊവൈഡേഴ്സും ഒന്നും സ്പ്രെഡ് യൂസ് ചെയ്ത് നിങ്ങളെ ടേക്ക് ഔട്ട് ചെയ്ത് കളയരുത്. കാരണം ഫോറക്സ് ഭയങ്കര ഒരു സ്പ്രെഡ് ബേസ്ഡ് മാർക്കറ്റ് ആണ്. അതേപോലെ തന്നെ ഇവിടെയും മാനിപ്പുലേഷന്റെ ബിഗിനിങ്ങിൽ എൻട്രി ചെയ്യേണ്ടവർക്ക് ഇനിഷ്യൽ അക്യുമുലേഷന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിൽ എൻട്രി ചെയ്യാം. അത് അഡ്വാൻസ് എൻട്രീസ് ആണ്, ഞാൻ ഈ സീരീസിൽ കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു അക്യുമുലേഷനെ വിളിക്കുന്നതാണ് ഇനിഷ്യൽ കൺസോൾട്ടേഷൻ എന്നാണ് നമ്മൾ ഈ ഒരു അക്യുമുലേഷനെ വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇനിഷ്യൽ കൺസോൾട്ടേഷൻ എന്നാണ് ഈ ഒരു അക്യുമുലേഷനെ വിളിക്കുന്നത്. സോറി ഗൈസ്, 1 സെക്കൻഡ്. ഈ ഒരു ഇനിഷ്യൽ കൺസോൾട്ടേഷൻ ഒരു ഹൈയും ഉണ്ട് ലോയും ഉണ്ട്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഇതാണ്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ടില്ല. ഇതാണ് ഈ ഒരു പ്രൈസ് ലെഗിന്റെ പേരാണ് ഓക്കെ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ കാണും. ഒട്ടും കൺഫ്യൂഷൻ വേണ്ട. ലൈക്ക് നമ്മുടെ ബെയറിഷ് മൂവ്മെന്റ്സിനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്നും ബുള്ളിഷ് മൂവ്മെന്റ്സിനെ നമ്മൾ അക്യുമുലേഷൻ എന്നുമാണ് വിളിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും ഇതല്ലേ അക്യുമുലേഷൻ എന്ന് ആലോചിക്കും. പക്ഷെ ഞാൻ ഇത് കുറച്ച് ടെക്നിക്കലായിട്ട് പോവുകയാണ്, നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ഇത് കൺസോൾട്ടേഷൻ, എക്സ്പാൻഷൻ, റിവേഴ്സൽ എന്നാണ് നമ്മൾ ഇതിനെ ഒരു ബ്രോഡർ ടേമിൽ വിളിക്കുന്നത്. നമ്മുടെ പവർ ഓഫ് 3യുടെ ടേമിൽ നമ്മൾ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഞാനത് എഴുതി തരാം. സോ കൺസോൾട്ടേഷൻ, എക്സ്പാൻഷൻ, റിവേഴ്സൽ, ഇതാണ് ഒരു ബ്രോഡർ ടേം. നമ്മുടെ പവർ ഓഫ് 3യിൽ പറയുന്ന ടേം ആണ് ഇത്. നമ്മുടെ ഒരു വീക്കിന്റെ ഒക്കെ പെർസ്പെക്റ്റീവിൽ പറയുന്നതാണ്. നമ്മൾ പക്ഷേ ഒരു മാർക്കറ്റ് മേക്കർ മോഡൽ, നമ്മളൊരു ട്രേഡ് എടുക്കുന്ന രീതിയിൽ വരുമ്പം നമ്മുടെ കോൺസെപ്റ്റ്സ് കുറച്ചൊന്ന് ചേഞ്ച് ആവും. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നാവും. അപ്പൊ ഇതാണ് അക്യുമുലേഷൻ, ഇതാണ് മാനിപ്പുലേഷൻ, ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ. ഇത് തിരിച്ചാണെങ്കിലും അക്യുമുലേഷൻ സോറി, തിരിച്ച് നമുക്ക് താഴെ നിന്നാണ് പറയുന്നത്. തിരിച്ചാണേലും അക്യുമുലേഷൻ, ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വരെ മാനിപ്പുലേഷൻ, അവിടുന്ന് ഡിസ്ട്രിബ്യൂഷൻ. കണ്ടോ? അപ്പം ഈ അക്യുമുലേഷനും ഡിസ്ട്രിബ്യൂഷനും നമുക്ക് തിരിച്ചും മറിച്ചും യൂസ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു 2 ടേമിൽ നോക്കാം. ഇതപ്പോൾ ഇനിഷ്യൽ കൺസോൾട്ടേഷൻ, ഫസ്റ്റ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ, തേർഡ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത് ഫസ്റ്റ് സ്റ്റേജ് അക്യുമുലേഷൻ, സെക്കൻഡ് സ്റ്റേജ് അക്യുമുലേഷൻ, തേർഡ് സ്റ്റേജ് അക്യുമുലേഷൻ, നമ്മുടെ ട്രേഡ് കഴിഞ്ഞു. ഓക്കെ, സോ ഇതിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ബ്രോഡർ ടേമിൽ നോക്കുവാണെങ്കിൽ ഇനിഷ്യൽ കൺസോൾട്ടേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അക്യുമുലേഷൻ. നമ്മുടെ ഷോർട്ട് ടേം MMXM രീതിയിൽ, മാർക്കറ്റ് മേക്കർ മോഡൽസിന്റെ രീതിയിൽ നോക്കുവാണെങ്കിൽ ഇത് അക്യുമുലേഷൻ, ഇത് മാനിപ്പുലേഷൻ ടു എ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, സ്മാർട്ട് മണി റിവേഴ്സൽ, അവിടുന്ന് ഡിസ്ട്രിബ്യൂഷൻ. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസോൾട്ടേഷൻ, എക്സ്പാൻഷൻ, റിവേഴ്സൽ. നിങ്ങൾക്ക് ഇത് ഏത് ടെർമിനോളജി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ടെർമിനോളജീസ് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. അപ്പം AMD സൈക്കിൾസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഈ കൺസോൾട്ടേഷൻ, എക്സ്പാൻഷൻ, റിവേഴ്സൽ കുറച്ചുകൂടെ ബ്രോഡർ ടേം, നമുക്ക് ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് കിട്ടാനായിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു കൺസോൾട്ടേഷൻ, എക്സ്പാൻഷൻ, റിവേഴ്സൽ നോക്കുന്നത്. സോ മാർക്കറ്റ് മേക്കർ മോഡലിലേക്ക് നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ഇനിഷ്യൽ കൺസോൾട്ടേഷൻ കഴിഞ്ഞു. നമുക്ക് ഈ ഒരു ടെർമിനോളജീസ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. നമ്മുടെ മാർക്കറ്റ് മേക്കർ മോഡൽസ് നോക്കുവാണെങ്കിൽ നമുക്ക് അക്യുമുലേഷൻ നടന്നു. നോർമലി ഒരു ഡേ ഇതാണെങ്കിൽ ഏഷ്യൻ സെഷൻ, ലണ്ടൻ സെഷൻ, ലണ്ടന്റെ ഒരു 4:30 ആകുമ്പോൾ റിവേഴ്സൽ, ന്യൂയോർക്ക് കണ്ടിന്യൂ ചെയ്യുന്നു.
നമ്മുടെ ഒബ്ജക്റ്റീവ് റീച്ച് ചെയ്യുന്നു. ഓക്കെ, സോ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും അതേപോലെ എന്താ പറയാ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളും ടൈമും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓൺ ദ ഗോയിൽ നോക്കാം. സോ ഞാൻ അവിടെ ജസ്റ്റ് മാർക്കറ്റ് മേക്കർ മോഡൽസ് പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ഒരു പവർ ഓഫ് 3 മോഡൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു മാർക്കറ്റ് മേക്കർ മോഡൽ കിട്ടുന്നത്. ഈ ഒരു മാർക്കറ്റ് മേക്കർ മോഡലിന്റെ രീതിയിലാണ് മാർക്കറ്റ് ഫുള്ള് മൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ലൈക്ക് പ്രൈസ് അക്യുമുലേറ്റ് ആവും, പ്രൈസ് എക്സ്പാൻഡ് ആവും, പ്രൈസ് മാനിപ്പുലേറ്റ് ആവും, തിരിച്ച് പ്രൈസ് അക്യുമുലേറ്റ് ആവും, പ്രൈസ് മാനിപ്പുലേറ്റ് ആവും, എക്സ്പാൻഡ് ആവും. അപ്പോൾ ഒരു ബുള്ളിഷ് മാർക്കറ്റിന്റെ സിനാരിയോ ഇങ്ങനെയാണ് എപ്പോഴും മാർക്കറ്റ്സ് മൂവ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും നിങ്ങൾ ലൈക്ക് ഓരോ എന്താ പറയാ ഈ ഓരോ യൂട്യൂബ് വീഡിയോസ് കാണിക്കുന്ന കണക്ക് മാർക്കറ്റ്സ് ഇങ്ങനെ ചുമ്മാ മൂവ് ചെയ്ത് പോകത്തില്ല. ഓരോ പ്രൈസ് മൂവ്മെന്റിന്റെ ഇതിനും ഒരു ഇതുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച സ്കീമാറ്റിക്സ് ഇങ്ങനെ ആയിരുന്നു. ഇതപ്പോ നിങ്ങളെ വേറൊരു പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ഇത് ഇനിഷ്യൽ കൺസോൾട്ടേഷൻ ആയിരുന്നു. ഇനിഷ്യൽ കൺസോൾട്ടേഷന്റെ മാനിപ്പുലേഷൻ ഇതായിരുന്നു. മാനിപ്പുലേഷൻ എന്തിനാന്ന് നോക്കിയാൽ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലോട്ടായിരുന്നു. അപ്പൊ ഇതായിരുന്നു ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഷോർട്ട് ആയിരുന്നു. ഡിസ്ട്രിബ്യൂഷനിലേക്ക് എവിടം വരെ ആയിരുന്നു? ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലായിരുന്നു. ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്ന് ഇവിടെ ഒരു അക്യുമുലേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പുതിയൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ പോയി. ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ പോയിട്ട് പിന്നെ അക്യുമുലേറ്റ് ചെയ്തു. തിരിച്ച് പ്രൈസ് വേറൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലോട്ട് വന്നു. ഓക്കെ, ഇങ്ങനെയാണ് മാർക്കറ്റ്സ് മൂവ് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്പീഡിൽ ഒരു ഒബ്ജക്റ്റീവിൽ പോകാൻ നേരത്തെ നമ്മൾ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ഇംബാലൻസിനെ മാർക്കറ്റ് വിസിറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ഇതിലോട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോവാം. അപ്പൊ നിങ്ങളുടെ ലൈക്ക് ഈ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് A to B to A to B ഈ ഒരു റിതം വെച്ചിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് A to B അല്ലെ B to A, നിങ്ങളുടെ A ഏതാ നിങ്ങളുടെ B ഏതാ നിങ്ങൾ ആയെന്ന് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു നമ്മുടെ ഇനിഷ്യൽ മാർക്കറ്റ് മേക്കർ മോഡൽ. നമ്മുടെ ഇനിഷ്യൽ അക്യുമുലേഷൻ ഉണ്ട്. ആ ഒരു അക്യുമുലേഷൻ ഈ ഒരു ഏരിയയിൽ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഈ വീഡിയോയിൽ ഇംബാലൻസിനെ കുറിച്ച് നോക്കുന്നുണ്ട് ഈ സെക്ഷനിൽ. അടുത്ത ഇതിലും ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യും. പ്രൈസ് ലെഗിലും അടുത്ത പ്രൈസ് ലെഗിലും ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്ന ആ പ്രൈസിലേക്കും ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യും. ഇംബാലൻസ് അപ്പൊ ഈ ഒരു ഇനിഷ്യൽ കൺസോൾട്ടേഷന്റെ ഹൈയുടെ ഇംബാലൻസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സോ അതിന്റെ കളർ നമുക്കൊന്ന് ഒരു നോട്ടബിൾ കളർ ആക്കാം. സോ ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ നമുക്കൊരു ബേസിക് നോക്കാം. നമുക്ക് ഇംബാലൻസസ് എന്താന്ന് നോക്കാം. നമ്മുടെ ഇംബാലൻസസിന്റെയും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10 പുറത്ത് PDRASന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു സെയിം സീരീസിൽ തന്നെ. സോ നമ്മൾ ഇംബാലൻസ് ഒരു മേജർ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇംബാലൻസ് എന്താ നോക്കിയേക്കാം. സോ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു ക്യാൻഡിൽ, 2 ക്യാൻഡിൽ, 3 ക്യാൻഡിൽ, ഈ ഒരു 3 ക്യാൻഡിലിന്റെ ഇടയ്ക്ക് ഈ ഒരു ക്യാൻഡിലിന്റെ വിക്ക് കഴിഞ്ഞതിന് ശേഷം അടുത്ത വിക്ക് വന്നിരിക്കുന്നത് ഇവിടാണ്. അതിന്റെ ഇടയ്ക്ക് ചുമ്മാ ബോഡി മാത്രമേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ ഒരു ഇംബാലൻസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഞാൻ അപ്പൊ നേരത്തെ പറഞ്ഞ ലോജിക്കുമായിട്ട് സ്പീഡിൽ മാർക്കറ്റിന് എവിടെയെങ്കിലും പോകണമായിരുന്നു, ആ ഒരു പോകുന്ന വഴിക്കാണ് ഈ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇംബാലൻസിന്റെ മൾട്ടിപ്പിൾ എക്സാമ്പിൾസ് കാണിച്ചുതരാം. ഈ ഒരു ക്യാൻഡിൽ, ആ ക്യാൻഡിലിന്റെ വിക്കിന്റെയും ഈ ക്യാൻഡിലിന്റെ വിക്കിന്റെ ഇടയ്ക്ക് ഒരു ബോഡി അൺടച്ച്ഡ് ആയിട്ട് കിടപ്പുണ്ട്. ആ ഒരു ഇതാണ് ഇംബാലൻസ്. ഓക്കെ, നിങ്ങൾക്ക് ഇനിയും ആ ഒരു ഇംബാലൻസിന്റെ എക്സാമ്പിൾ കാണിച്ചുതരാം. ഈ ഒരു 3 ക്യാൻഡിൽസ് എടുക്കുവാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന്റെ ഇടയ്ക്കും ഈ ഒരു ക്യാൻഡിലിന്റെ വിക്കിന്റെ ഇടയ്ക്കും ഈ ഒരു സ്പേസ് ജസ്റ്റ് 1 ടൈമേ ഡെലിവറി നടന്നിട്ടുള്ളൂ, ഒരൊറ്റ ക്യാൻഡിലെ പാസ് ചെയ്തിട്ടുള്ളൂ. സോ അതാണ് വേറൊരു ഇംബാലൻസ്. നമുക്കപ്പോൾ ഒരു ഇംബാലൻസ് ഇല്ലാത്ത 3 ക്യാൻഡിൽസ് നോക്കിയാലോ. ഈ ഒരു 3 ക്യാൻഡിൽസ് എടുക്കുവാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന്റെ വിക്ക് ഫുള്ള് കവർ ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്യാൻഡിലിന്റെ വിക്ക് ഫുള്ള് കവർ ചെയ്യുന്നുണ്ട്. സോ അവിടെ ഇംബാലൻസ് ഇല്ല. സോ അതേപോലെ ഈ ഒരു ക്യാൻഡിൽ ഇത് എടുക്കുവാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന്റെ വിക്ക് ഫുള്ള് കവർ ചെയ്യുന്നു, ഈ ഒരു ക്യാൻഡിലിന്റെ വിക്ക് ഫുള്ള് കവർ ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഇംബാലൻസ് ഇല്ല. സോ പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലാണ്. സോ അവിടെ നമുക്ക് ഇംബാലൻസ് ഉണ്ട്. കുറച്ചുകൂടെ ഒരു ബ്യൂട്ടിഫുൾ ഇംബാലൻസ് ഇല്ലാത്തതിന്റെ എക്സാമ്പിൾ ആണ് ഈ ഒരു ക്യാൻഡിലിന്റെ വിക്ക് ഫുള്ള് കവർ ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്യാൻഡിലിന്റെ വിക്ക് ഫുള്ള് കവർ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഇംബാലൻസ് നമുക്ക് ഇല്ല. ഇവിടെ വളരെ ഒരു ചെറിയ ഇംബാലൻസ് അവൈലബിൾ ആണ്. സോ ഇതാണ് ഇംബാലൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രൈസ് ആ ഒരു ഇംബാലൻസ് ഞാൻ മാർക്ക് ചെയ്തെടുത്തെല്ലാം വന്ന്
റെസ്പെക്ട് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ഈ ഒരു ഇംബാലൻസ് റെസ്പെക്ട് ചെയ്തിട്ടില്ല, അതിനൊരു സ്പെസിഫിക് മീനിങ് ഉണ്ട്. അതൊരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ആണ്. എന്റെ റിവ്യൂ വീഡിയോസ് കണ്ടവർക്ക് അറിയായിരിക്കും ബ്രേക്ക് അവേ ഗ്യാപ്പിനെ കുറിച്ച് ഞാൻ കുറച്ച് നാളായിട്ട് സംസാരിക്കുന്നു. ബ്രേക്ക് അവേ ഗ്യാപ്സിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഈ സീരീസിന്റെ കൂടെ വരുന്നതായിരിക്കും. സോ ബ്രേക്ക് അവേ ഗ്യാപ്സ് ഓപ്പൺ ആയി കിടക്കേണ്ട ഒരു ഗ്യാപ്പാണ്. ബ്രേക്ക് അവേ ഗ്യാപ്സ് ക്ലോസ് ചെയ്യരുത്. സോ നമുക്ക് ഇംബാലൻസസിന്റെ മൾട്ടിപ്പിൾ വീഡിയോസ് എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ ഇതൊരു ഇംബാലൻസ് ആണ്. ഓക്കെ, അതേപോലെ ഇതൊരു ഇംബാലൻസ് ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഇംബാലൻസസിന്റെ നിങ്ങൾക്ക് ഇപ്പോൾ ചാർട്ടിൽ പോയി നോക്കിയാൽ കാണാം. നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾ 10 ഇംബാലൻസ് ചുമ്മാ മാർക്ക് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഒരു 8 9 എണ്ണമെങ്കിലും അത് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ലൈക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ഇംബാലൻസസും ലൈക്ക് റെസ്പെക്ട് ചെയ്യണമെന്നില്ല. ഇംബാലൻസസിന് ഓരോ മീനിങ് ഉണ്ട്. സോ ഓരോ ടൈമിൽ ഫോം ആവുന്ന ഓരോ ഇംബാലൻസ്, ഓരോ കാര്യത്തിന് പോകുന്ന ഇംബാലൻസസ് ഉണ്ട്. സോ ആ ഇംബാലൻസസ് മാത്രമേ പ്രൈസ് റെസ്പെക്ട് ചെയ്യുകയും ആ ഇംബാലൻസസിനെ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അതപ്പം എങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ഇൻ ടു നമ്മുടെ MMXMന്റെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഇംബാലൻസസ് എന്ന് പറയുന്നത്. നമ്മൾ ഇംബാലൻസസിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. സോ ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു ഇംബാലൻസ് ആവാം. സോ നമ്മൾ നേരത്തെ നോക്കിക്കൊണ്ടിരുന്ന സ്കിമാറ്റിക്സ് ഇതായിരുന്നു. സോ ഇതിനകത്ത് ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഈ പ്രൈസ് ഇവിടെ വന്നത് ഈ ഒരു ഇംബാലൻസസിന് വേണ്ടിയാണ്. ഓക്കെ, സോ നമ്മുടെ MMXM വീഡിയോ ഇതിലോട്ട് ചെല്ലുവാണെങ്കിൽ ഈ പ്രൈസ് ഓരോ വലിയ പ്രൈസ് മൂവ്മെന്റിലും ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. പ്രൈസ് ആ ഒരു ഇംബാലൻസ് റിട്രേസ് ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. തിരിച്ച് ഇവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തു, ആ ഒരു ഇംബാലൻസിൽ ടച്ച് ചെയ്തിട്ടാണ് പ്രൈസ് പോകുന്നത്. അടുത്തൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തു, ആ ഒരു ഇംബാലൻസിൽ ടച്ച് ചെയ്തു, നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എത്തി. തിരിച്ച് അവിടുന്ന് പോയ പ്രൈസിലേക്കും ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തു, ആ ഒരു ഇംബാലൻസിലേക്ക് പ്രൈസ് തിരിച്ചു വന്നു. പോകുന്ന വഴിക്ക് പിന്നെയും ഇംബാലൻസ് ഉണ്ടാക്കി, ആ ഒരു ഇംബാലൻസിൽ തിരിച്ച് ടാപ്പ് ചെയ്തു. സെയിം റിസൾട്ട്, ഇനിഷ്യൽ കൺസോൾട്ടേഷന്റെ ഹൈ എടുത്തു. അപ്പം എന്തുകൊണ്ട് ഇനിഷ്യൽ കൺസോൾട്ടേഷന്റെ ഹൈ? നമ്മുടെ രണ്ടാമത്തെ കോൺസെപ്റ്റ് ആണ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റിയുടെ വളരെ ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട്. നമുക്ക് ലിക്വിഡിറ്റി എന്താന്ന് ഞാൻ റഫായിട്ട് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞു പോവാം. ഇത് നമ്മുടെ ഒരു ബൈ പൊസിഷൻ ആണ്. അപ്പൊ ബൈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ബൈ ചെയ്യുമ്പോൾ നമ്മൾ സെൽ സ്റ്റോപ്പ് ആണ് വെക്കുന്നത്. നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവാനും നമ്മൾ സെല്ലാണ് ചെയ്യാറ്. നമ്മൾ എന്നിട്ട് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് നമുക്കൊരു ബൈ പൊസിഷൻ ആണ് വേണ്ടത്. ആ ബൈ ഓർഡർ ഇവിടെ വെക്കാം. 1 സെക്കൻഡ്. ഓക്കെ, ബൈ ഓർഡർ ഇവിടെ വെക്കാം. സോ നമ്മുടെ ഈ ഒരു സെൽ സ്റ്റോപ്സ് നമ്മൾ ഒരു പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ആവാനോ ഒരു പൊസിഷനിൽ നിന്ന് എൻ്റർ ചെയ്യാനോ വേണ്ടിയുള്ള നമ്മുടെ ഓർഡേഴ്സിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സോ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റീസ് ഉള്ള പോയിന്റ്സിനാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഗ്രാബ്, ലിക്വിഡിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇത് ലിക്വിഡിറ്റിയുടെ വളരെ ഒരു ബിഗിനർ ഇൻട്രൊഡക്ഷൻ ആണ്. ലിക്വിഡിറ്റിയുടെ വളരെ ഇൻഡെപ്ത് വീഡിയോസിൽ നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ ഒരു ഡെപ്ത് ഓഫ് മാർക്കറ്റോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല നമ്മൾ ലിക്വിഡിറ്റി മനസ്സിലാക്കാൻ. നമുക്ക് ഇവിടെ ലിക്വിഡിറ്റി, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ബോക്സ് ഡിലീറ്റ് ചെയ്യുവാണ്. ഈ ഒരു ഷോർട്ട് എടുത്തവരുടെ ഈ ഒരു ഫെയർ വാല്യൂ ഈ ഒരു ഇംബാലൻസിൽ എൻട്രി ചെയ്തവരുടെ ഒരു സ്റ്റോപ്പ് ലോസ് ഇവിടാണ്, അതേപോലെ ടേക്ക് പ്രോഫിറ്റ് ഇവിടെ ആണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ടേക്ക് പ്രോഫിറ്റ് ഒരു അൺറിയലിസ്റ്റിക് പോയിന്റിലാന്ന് വെച്ചോ. കാരണം ഈ ഹെഡ്ജ് ഫണ്ട്സും വലിയ ഫണ്ടുകൾക്കൊന്നും പെട്ടെന്ന് കയറി ഇറങ്ങാനും പറ്റത്തില്ല നമ്മളെ റീറ്റെയിൽ ട്രേഡേഴ്സിനെ പോലെ. സോ ഈ ഒരു പൊസിഷനിൽ എൻട്രി ചെയ്ത ഒരാൾക്ക് അവരുടെ ഒരു അൺറിയലിസ്റ്റിക് ഗെയിനിൽ അവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചിരിക്കുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്ന് റിവേഴ്സ് ആയി തിരിച്ചു പോകുന്നത് അവരുടെ ബൈ സ്റ്റോപ്സ് എടുക്കാനാണ്. അപ്പൊ അതാണ് ഈ ഇനിഷ്യൽ കൺസോൾട്ടേഷന്റെ ലിക്വിഡിറ്റി എടുക്കുന്നതിനുള്ളതിന്റെ മീനിങ്. സോ അതേ കണക്ക് ഇവിടെ ഈ ബൈ ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് പിന്നീട് ഒരു ദിവസം വന്ന് തിരിച്ചെടുത്തിരിക്കും ഫോർ ഷുവർ. ഓക്കെ, കാരണം ആർക്കും മാർക്കറ്റിൽ ലോങ് ടേമിൽ എന്താ പറയുക, ഇപ്പൊ ഇൻഡെക്സ് മാർക്കറ്റ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലാണ്ട് ഇപ്പം യൂറോ USD പോലൊക്കെ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആണെങ്കിൽ ഫോറക്സിൽ ഒരിക്കലും ഫോറക്സിന് നമുക്ക് വളരെ ഇതിൽ താഴോട്ട് പോകാനും മുകളിലോട്ട് പോകാനും പറ്റും. കാരണം ഫോറക്സ് മാർക്കറ്റിന്റെ പ്രൈസ് മൂവ്മെന്റ് ഒരിക്കലും റിയൽ മാർക്കറ്റിലെ പ്രൈസിനെ എഫക്ട് ചെയ്യാറില്ല. സോ ഫോറക്സ് മാർക്കറ്റിന് അത്യാവശ്യം നല്ലൊരു ഇതില് പ്രൈസിന് താഴോട്ടും മുകളിലോട്ടും ഒക്കെ പോകാൻ പറ്റും. അപ്പം ഈ ഒരു പൊസിഷനിൽ ബൈ ചെയ്തവരുടെ ലിക്വിഡിറ്റി എടുത്തതാണ് സ്റ്റോപ്പ് ലോസ്. ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ്, ഇറ്റ്സ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പം ലിക്വിഡിറ്റി എടുത്തതാണ് ഈ ഒരു പ്രൈസിലേക്ക് തിരിച്ചു വന്ന് ഈ ഒരു ഇവിടെ ബൈ പൊസിഷനിൽ എൻട്രി ചെയ്ത എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് വന്ന് ഇവിടെ ഒരു പ്രൈസ് ഗ്രാബ് ചെയ്തു. നമ്മുടെ മാർക്കറ്റ് മേക്കർ മോഡൽ ഓവറായി. ഓക്കെ, സോ ഇതാണ് MMXMന്റെ ഓവറോൾ റിവ്യൂ. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്.
നമ്മൾ ഇനി മാർക്കറ്റ് സ്ട്രക്ചറും PDRAസും ബാക്കി കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ ഈ വീഡിയോയുടെ റിവ്യൂസും ഈ വീഡിയോയിൽ വരുന്ന ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മൾ ഇനിയും അടുത്ത വീഡിയോ റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീക്കിൽ തന്നെ ഈ വീഡിയോസ് മൊത്തം തീരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നോ ബുൾഷിറ്റ്, ഇത് പ്യുവർലി സ്റ്റഡി കണ്ടന്റ് മാത്രമാണ്. സോ until then, be safe, trade safe, bye folks.